everyone, Namaskaram, ഞാൻ Ranjani Haridas and welcome back to yet another exciting episode of The Green Room. അപ്പൊ ഡോക്ടർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു 3 മക്കളില്ലേ? സത്യം ചേച്ചി ആലോചിക്കൊരു 7-8 മാസം പ്രായമുള്ള കുട്ടിയെ അച്ഛൻ നേരെ ഏറ്റവും അമ്പലത്തിന്റെ നേർച്ച വെച്ച് തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു പോന്നു. ഇത് നടന്നൊരു കാര്യമാണ്. അതാണ് ഓൺ ദ വേ ടു ഗ്രീൻ റൂം ഓൾസോ. ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് മൈ വൈഫ് ആൻഡ് ഈവൻ മൈ ഫ്രണ്ട് ദാറ്റ് this is going to be one interview where a lot of people may not have seen this side of Srisha. India versus South Africa match net bowler ആയിട്ട് ചെല്ലുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ വലിയ വ്യക്തി നെറ്റ്സിൽ ബാറ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ് പുള്ളി ചോദിക്കുന്നു ആരാണ് ഫാസ്റ്റ് ബോളേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ കൈ വെക്കണു. അന്ന് ഞാൻ ഫാസ്റ്റ് ബോളർ എന്നല്ലേ ചേച്ചി, സ്ലോ മീഡിയം ഓടിയൊന്നും എറിയുന്നതല്ല മാത്രമേ ഉള്ളൂ. ഞാൻ പക്ഷെ എന്നെ ടെണ്ടുൽക്കർ വിളിക്കുമ്പോൾ നമ്മൾ മറ്റേ കൊണ്ടാടാ എറണാകുളം ക്രിക്കറ്റ് ക്ലബ്ബിലായിരുന്നു. അപ്പം ഞാൻ ഈ സ്വാൻഡൻസിൻ്റെയും കേരളിൻ്റെ ഒക്കെ മുന്നിൽ ആദ്യ ബോൾ എറിയുന്നു, ടെണ്ടുൽക്കർ തട്ടിമുട്ടുന്നു. രണ്ടാമത്തെ ബോൾ വലിയൊരു വൈഡ്, അവിടെ സൈഡിലൊരു പോളുണ്ട്, ആ പോൾ ചെന്ന് ഇടിച്ചു. മൂന്നാമത്തെ ബോൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് ബോൾ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു യു ബോൾ ലേറ്റാ. ചേച്ചി സൈഡിലോട്ട് മാറിയിട്ട് ആകെ വിഷമം ചെയ്തു. ഇങ്ങനെ നിന്നിട്ടേ എല്ലാവരും കളിയാക്കുവാണ്. ഇത് എന്തുകൊണ്ടാണ് ഗ്രീൻ റൂം എന്ന് പറയാമോ? എന്താ? ബിക്കോസ് ചേച്ചി ഈസ് എവർ ഗ്രീൻ. എനിക്ക് എന്റെ പൊന്നശ്രീ. So, ഇന്ന് എൻ്റെ ഈ ഷോയിൽ അതിഥിയായി എത്തുന്ന ആൾ എനിക്ക് ആക്ച്വലി വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്താണ്. പക്ഷേ സുഹൃത്തുക്കളെക്കാട്ടും ഉപരി ഒരു ബ്രദർ, ഒരു കുഞ്ഞനിയൻ എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ കുറച്ച് വർഷമായി വളരെ നല്ല പരിചയമുണ്ട്. ആൻഡ് ത്രൂ ഇറ്റ് ഓൾ ലോകം കാണാത്ത മറ്റൊരു മുഖം ഇദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് കൈൻഡസ്റ്റ് സ്വീറ്റസ്റ്റ് സോൾസ് എവർ. ലോകം അദ്ദേഹത്തെ അറിയുന്നത് ഒരു അഗ്രസീവ് ഫൈസ്റ്റി ഫാസ്റ്റ് ബോളർ ആയിട്ടാണ്. പക്ഷേ ഫോർ us, ലൈക്ക് ഐ സെഡ്, ഹീ ഈസ് ജസ്റ്റ് എൻ അമേസിങ് ഹ്യൂമൻ ബീയിങ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിരവധി സ്റ്റോംസും ചാലഞ്ചസും ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹി ഹാസ് മാനേജ്ഡ് ടു സ്റ്റേ സ്ട്രോങ്, ഹംബിൾ ആൻഡ് ഫുൾ ഓഫ് ഹാർട്ട്. എ ഡബിൾ വേൾഡ് കപ്പ് വിന്നർ, എ one-day and test series player, an IPL star, and ക്രിക്കറ്റിന്റെ ലോകത്ത് മാത്രമല്ല, he also made a mark in the world of entertainment. A reality TV star, an actor, a dancer, a commentator, even a singer. പക്ഷേ ഇതിലൊക്കെ ഉപരി he's also a fantastic son, a great brother, a fabulous husband, and the bestest dad, and an amazing friend. Well, what is it that he can't do? I think it's time for him to answer that for us. Ladies and gentlemen, let's welcome to the Green Room the one and only Srisha. I'm very happy to have you here. ഈ ഗ്രീൻ റൂം തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ ഇട്ട ലിസ്റ്റിൽ ആദ്യത്തെ 12 പേരുടെ ലിസ്റ്റിൽ I've been calling you അപ്പത്തൊട്ട്. Yes, നമ്മുടെ എന്താ പറയുക ട്വിൻ ഗ്രീൻ റൂം, ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഷോസ്. അത് സത്യമായിട്ടും. പക്ഷെ എനിക്ക് ഭയങ്കര എന്റർടൈനിങ് പറയാൻ കാരണം ലേറ്റ് ആയിട്ട് നന്നായി ഒരു ഐഡിയ കിട്ടി വെച്ചാൽ. അത് മാത്രമല്ല എവറി എപ്പിസോഡ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എന്തുകൊണ്ടാണ് ഗ്രീൻ റൂം എന്ന് പറയാമോ? എന്താ? ബിക്കോസ് ചേച്ചി ഈസ് എവർ ഗ്രീൻ. എനിക്ക് ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ ഇവനെ ഫോൺ വിളിക്കും, നാട്ടിൽ താൻ ഇല്ലേ ഇല്ല, ഫുൾ ടൈം ദുബായിലാ. എന്താ പരിപാടി? ഇത് some people might feel that it's different. പക്ഷെ ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു സൈഡ്, ഇപ്പൊ ഒരു അൺബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു there is this phenomenon. No, there's new thing which I'm giving my best to it. So unbranding is okay, you have won 2 World Cups, God's been kind, whatever you went through, it's one side.
But the other side is you taking care of your family, not just as a celebrity, യെസ് as a professional. So you got to respect those aspects of life. അതെ. So I've got a great opportunity to work with B&W Developments, which is Bricks and Woods. ബ്രിക്സ് ആൻഡ് വുഡ്സ്. Yeah, so Bhabhi gave the name. അപ്പോൾ ഭാബി അങ്കുർ ഭായിയുടെ അങ്കുറോകളാണ് ചെയർമാൻ, ഓക്കെ. വിവേക് ഒബ്രയാണ് കോ-ഫൗണ്ടർ. ഓ അപ്പോൾ വണ്ടർഫുൾ. അവരുടെ ഒരു സംരംഭമാണ്. അപ്പോൾ B&W Developments കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് they are doing extremely well. So since ഞാൻ അതിൽ ചെന്നതിന് ശേഷം ഇപ്പോൾ ഒരു 7 മാസമായി. ഓക്കെ. So it's been, so they started a separate section itself called B&W Sports and Entertainment. ആൻഡ് വാട്ട് ഡു യു ഡു ദേർ? So I am the director for sports. മൈ അപ്പോൾ ചേച്ചി, so ഗുഡ്നസ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് I am very proud to be an employee Okay. than an employer, because yes, you can own businesses, അതെ. but I'm learning from the entrepreneur point of view. Yes, there are businesses, I've done a lot of other small things which you learn, but a lot of people shy away from saying that, okay, I'm working with somebody. Yeah, no. So I am proudly saying I'm working with this group and we are doing extremely well. So we are coming on to one of the best projects in Ras Al Khaimah as well as in Dubai. In the In project ആണ്. developments. So in sports development, Dubai will see ശരിക്കും ആ ദുബായിലെ ഏറ്റവും നല്ല ലോകത്തിലെ തന്നെ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ലക്ഷറി അല്ലേ. അതെ. സ്പോർട്സ് ഒരിക്കലും ലക്ഷറി ആയിട്ടില്ല. ഇല്ല. അപ്പം നമ്മൾ B&W എന്ന് പറഞ്ഞ ലക്ഷറി ബ്രാൻഡാണ്. അപ്പോൾ എൻ്റെ ഒരു ലിറ്ററലി എൻ്റെ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻവിക ആൻഡ് തേസു, എൻ്റെ 2 മക്കൾ. പക്ഷേ എൻ്റെ തേർഡ് ബേബി എന്ന് പറയുകയാണെങ്കിൽ it's a big project called Luxury Pyramid. Okay. So we are doing a sports pyramid. India's complete. അപ്പോൾ we'll talk about it. I am starting something which is unaffordable ആണ്. പക്ഷേ 16 സ്പോട്ടിൽ നിന്ന് 5 ഗേൾ ആൻഡ് 5 ബോയ് 5 boys and 5 girls will get opportunity completely free of cost. Oh wow. So it's so nice to know, you know, ശ്രീയുടെ ഒരു ലൈഫ് കർവ്, ലൈഫ് ജേർണി ദുബായിലാണ്. പണ്ടത്തെ ആൾക്കാർ പറയില്ലേ കേരള എന്ന് പറയുമ്പോൾ മലയാളി ആകുമ്പോൾ ദുബായ് സെക്കൻഡ് ഹോം അല്ല ഫസ്റ്റ് ഹോം. അപ്പോൾ ഇൻ വൺ വേ സി ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് അഗെയിൻ അൺബ്രാൻഡിങ് ആൻഡ് യൂസിങ് ദാറ്റ് ടൈം വെൽ, ലേണിംഗ്, മീറ്റിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് ഇപ്പോൾ ദുബായിലൊരു ഏറ്റവും നല്ലൊരു ഗുണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മളെക്കാളും അറ്റ്ലീസ്റ്റ് 10 അടങ്ങ് അല്ലെങ്കിൽ 100 അടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങ് മൂലനുള്ളവരെ കാണാൻ പറ്റും. വെദർ ഇറ്റ്സ് ഫേമസ്, റിച്ച്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ യു ഗെറ്റ് ഹംബിൾ എവറി സിംഗിൾ മൊമെന്റ്. അപ്പോൾ അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ശ്രീ പറഞ്ഞിട്ട് കാണും യു ഗെറ്റ് ഹംബിൾഡ് എവറി ഡേ. ശ്രീ ഐ തിങ്ക് ശ്രീന്റെ ലൈഫിൽ ആ ഹംബിൾഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ അണ്ടർ 13 തൊട്ട്. അപ്പൊ നമുക്ക് അവിടെ തുടങ്ങാം. അണ്ടർ 13 തൊട്ട് മുമ്പൊന്ന് ഞാനൊന്ന് പൊക്കോട്ടെ. 4 കുട്ടികളിൽ ഏറ്റവും ഇളയ മകൻ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഹൗ ഇസ് ഇറ്റ് ഗ്രോയിങ് അപ്പ്? ഇളയ മകൻ എന്ന് പറയരുത്, എന്റെ ചേട്ടൻ കണ്ടു ചേട്ടൻ പറയാ നീ എപ്പോഴും ഞാനാണ് ഏറ്റവും മൂത്തെന്ന് പറയുന്നു പറയും. ദീപു ആണ് ഏറ്റവും മൂത്തത്. അതെ, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല ചേട്ടാ, സോറി. അപ്പൊ ദീപു, ചേട്ടൻ, നിവേദിത, ദിവ്യ, ഞാൻ. അപ്പോ എങ്ങനെയായിരുന്നു വീട്ടിലെ സെറ്റപ്പ്? ഏറ്റവും കുസൃതിയാണോ ആയിരുന്നു താൻ? ജനിച്ച സമയത്ത് ചെറിയൊരു എന്താ പറയണ 80s early 80s ആയതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു സർജറി വന്നിരുന്നു, ട്യൂമർ വെച്ചിട്ട്. അപ്പം ജനിച്ച വഴി ഒരു 6 weeks 6 months അമ്മൂമ്മയൊക്കെ പറയണതാണ് ഇങ്ങനെ ഗുരുത്തങ്കേട് കാണിക്കുമ്പം അമ്മൂമ്മ പറയും, എൻ്റെ അച്ഛനും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമായിട്ടാ നീ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കഥ പറയും. ആ കഥയിൽ എൻ്റെ 6 മാസം പ്രായമുള്ളപ്പോൾ എന്തൊരു വലിയ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ ആ ടൈമിൽ വീടും പറമ്പൊക്കെ വിറ്റിട്ടാണ് അത് നടത്തിയത്, സർജറി നടത്തിയത്. ഒന്നും കുറെ പേർക്ക് അറിയില്ല. അപ്പം കസിൻസിനൊക്കെ അറിയാം, ഡിയർ വൺസിനും അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല. അതാണ് ഓൺ ദ വേ ടു ഗ്രീൻ റൂം ഓൾസോ ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് മൈ വൈഫ് ആൻഡ് ഈവൻ മൈ ഫ്രണ്ട് ദാറ്റ് this is going to be one interview where a lot of people might not have seen this side of yeah suicide. Because I was saying ഞാൻ എൻ്റെ ഇൻട്രോയിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് you're somebody who's very close to me over the last few years. അപ്പം എനിക്ക് വേറൊരു സൈഡ് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് എന്നാൽ പോലും ഞാൻ തന്നെ ഇത് ആദ്യമായിട്ട് അറിയുന്നത്. It's a happy fun, that is one side. എന്ത് സർജറി ആയിരുന്നു ഇത്? എന്ത് പറഞ്ഞ intestine, small intestine, big intestine, some major stuff. അപ്പോൾ ഡോക്ടർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു 3 മക്കളില്ലേ? സത്യം അങ്ങനെ ചോദിക്കാൻ പാടില്ല, പേര് പറയുന്നില്ല. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചപ്പം ഇത്രയും പൈസ ചിലവാക്കണോ ആ ടൈമിൽ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല, എന്തായാലും ഇവൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ ലൈഫ് തുടങ്ങിയത്. അപ്പോൾ ആ ലൈഫ് തുടങ്ങിയപ്പം ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് ശിവൻ്റെ അമ്പലത്തിൽ എന്നെ അടിമയായിട്ട് വയ്ക്കുമെന്നായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നത്. അച്ഛൻ അതുപോലെ ചെയ്യുകയും ചെയ്തു. എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ when I became better, പക്ഷേ ആലോചിക്കൊരു 7-8 മാസം പ്രായമുള്ള കുട്ടിയെ
അച്ഛൻ നേരെ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ നേർച്ച വെക്കുന്ന പോലെ ആ നേർച്ച വെച്ച് തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു പോന്നു. ഇത് നടന്നൊരു കാര്യമാണ്. നടന്നു തിരിച്ചു വന്നു. അമ്മൂമ്മ എന്നെ കാണാനായിട്ട് അസുഖമൊക്കെ മാറിയല്ലോ മോനെ കാണാനെന്ന് പറഞ്ഞ അമ്മൂമ്മ വന്നപ്പം ഞാനില്ല. അമ്മയാണെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അമ്മയെ എണീപ്പിച്ച് അമ്മയും കരഞ്ഞ് അമ്മൂമ്മ അച്ഛനെ കുറച്ച് ശകാരിച്ച് വണ്ടി എടുത്ത് പോയി അമ്പലത്തിൽ പോയി ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ്. അയ്യോ സിനിമ പോലെയുണ്ട്. അല്ല ശരിക്കും ഇതാണ് സ്വന്തം. ഇത് എൻ്റെ അമ്മൂമ്മ ഇപ്പം ഇല്ല, മരിച്ചുപോയി. ഇപ്പോൾ കാക്കൂരമ്മ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഗോപുക്കുട്ട, എന്നെ ഗോപു എന്നാണ് വീട്ടിൽ വിളിക്കണം. അപ്പോൾ ഗോപുക്കുട്ട എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ തമാശക്ക് പറയും, ഞാൻ അന്നിങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ ഒരു വ്യക്തി അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഒരവസരം കൂടെ തരുന്നുണ്ട്, കളയരുത്, കലക്കിക്കോ. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ അവസരങ്ങൾ ഒന്നുമില്ല, ഒന്നല്ല കുറേ. മണ്ണവസരം. അപ്പോൾ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ചേച്ചി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹംബ്ലിംഗ് എന്ന് പറയില്ലേ, വെന്നെവർ ഹാപ്പൻസ്, വെന്നെവർ ഇപ്പോൾ സെലക്ഷൻ അണ്ടർ 13 സെലക്ഷൻസ് ആണെങ്കിലും അണ്ടർ 16 സെലക്ഷൻ ആണെങ്കിലും ഇന്ത്യൻ സെലക്ഷൻ ആണെങ്കിലും കോൺട്രവേഴ്സി വരുമ്പോഴൊക്കെ ഞാൻ പറയണേ, ഞാൻ 80-ലേ പോകേണ്ട ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ എവറി ഡേ ഇസ് ലിറ്ററലി ഗോഡ്സ് ബീൻ എക്സ്ട്രീംലി കൈൻഡ്. ഐ എം ജസ്റ്റ് ലേണിംഗ് എവറി മൊമെന്റ്. അപ്പോൾ അണ്ടർ 13 ചേച്ചി പറഞ്ഞല്ലോ വീട്ടിലാണെങ്കിലും കുസൃതി കാണാമായിരുന്നു. കാരണം എനിക്കറിയാം സർജറി കഴിഞ്ഞുകൊണ്ട് ഭയങ്കര അമ്മമാർക്കാണ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുൾ ഒരു പാർലിജി ബിസ്ക്കറ്റ്, ചേച്ചിമാർക്കും കസിൻസിനൊക്കെ ഓണത്തിനൊക്കെ ഒരു ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റ്. പവലോസ് പൊടി ആണെങ്കിൽ ഓണത്തിനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഒരു ഗ്ലാസ് കൊടുക്കും, എനിക്കൊരു ഫുൾ പ്ലേറ്റ് തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ. രണ്ടമ്മ അപ്പൂപ്പനെ കണ്ടിട്ടില്ല രണ്ടുപേരെ. അമ്മയുടെ വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ തറവാട്ടിലാണെങ്കിലും 2 അമ്മമാരുടെയും ഫേവറേറ്റ് ഞാനായിരുന്നു. ഫേവറേറ്റ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫേവറേറ്റ് ആയി, അങ്ങനെ പോയി. അങ്ങനെയാണ്. ക്രിക്കറ്റ് ഒന്നും അപ്പോൾ ഇല്ല ചേച്ചി. ക്രിക്കറ്റിൽ ശ്രീശാന്ത് ഒരു ക്രിക്കറ്റർ അവിടെ ഇല്ല. ഗോപു സർജറി കഴിഞ്ഞാണ് പാവം, അവനെ നമുക്ക് എല്ലാവർക്കും നോക്കണം, ചൂടാവരുത്, അവൻ്റെ അടുത്ത് ചൂടാവരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ് ശരിക്കും അങ്ങനെ വളർത്തിയതാണ്. അങ്ങനെ വളർത്തിയ കുട്ടിയാണ്. ആക്ച്വലി ഗോപുര വീട്ടിൽ പോകുമ്പം ഫ്രണ്ട് ഡോർ തുറക്കുമ്പം കാണുന്നതും അമ്പലമാണ് നേരിട്ട്. ആൻഡ് അത് ഭയങ്കര ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള വ്യൂ ആണ് കയറുന്നവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വലിയ ദൈവവിശ്വാസികളാണ്. ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് പറയൂ. അച്ഛൻ ഇപ്പോഴും അച്ഛൻ ഈസ് 89. അപ്പം ഈ വയസ്സിലും ഒരു 4:30 4:45 എണീക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം എന്തൊക്കെ അറിയാമോ അതൊക്കെ ഒരു 2.5 മണിക്കൂർ അച്ഛൻ സ്വന്തം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 5 മണി അമ്പലം തൊട്ടപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ കുലദേവിയുടെ പേരും ഭുവനേശ്വരി എന്നാണ്, എൻ്റെ വൈഫിൻ്റെ പേര് ഭുവനേശ്വരി എന്നാണ്. അപ്പോൾ ഭുവനേശ്വരി അമ്പലത്തിലേക്ക് പോയി ആ അമ്പലങ്ങളൊക്കെ തൊഴുത് തേഴ്സ്ഡേകളിൽ തൃപ്പൂണിത്തുറയിൽ വരും, പൂർണ്ണതീക്ഷൻ്റെ അടുത്ത്. അച്ഛൻ്റെ റൂട്ടീൻ ഈസ് അൺബിലീവബിൾ. ഈസ് സോ ഡിസിപ്ലിൻഡ് ഈവൻ ടുഡേ. അത് ഒരു ഡൗട്ടും ഇല്ല. കാരണം അതെനിക്ക് പറഞ്ഞേ പറ്റും. കാരണം ഇഫ് ഐ കുഡ് പ്ലേ ഈവൻ ദിസ് മച്ച് ഫോർ ദ കൺട്രി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ഇസ് ഡാഡ്. കാരണം ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അച്ഛനെ നോക്കിയാൽ മതി. അച്ഛനെ നോക്കുമ്പോൾ നമുക്കറിയാം അച്ഛനെ എണീക്കണം. അങ്ങനെ ആലോചിക്കും എന്തിനായിരിക്കും അച്ഛൻ ഇത്ര നേരത്തെ എണീക്കണേ. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് നോട്ട് ടു അച്ചീവ് എനിത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഓക്കെ, ഐ എം ഗെറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ടുഡേ, ലെറ്റ് മീ മേക്ക് ഷുവർ ഐ എം ഗിവിംഗ് മൈ ബെസ്റ്റ് ടു ദാറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ബി ദ ബെസ്റ്റ് വേർഷൻ. അത് അദ്ദേഹം പറയണില്ല, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതങ്ങനെ. അമ്മയാണെങ്കിൽ റിട്ടയർഡ് ആണ്, അമ്മയും റിട്ടയർഡ്, അച്ഛനും റിട്ടയർഡ്. പക്ഷേ അമ്മ ഇപ്പം അമ്മയുടെ ഒരു കാല് അമ്പ്യൂട്ടേഡ് ആയി, ബട്ട് ഷീ ഈസ് അൺബിലീവബിൾ. അമ്മയും അച്ഛനും വീട്ടിൽ പണ്ട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. യങ്സ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ കസിൻസും കല്യാണത്തിനൊക്കെ ചെല്ലുമ്പം പലരും ചോദിക്കും, ഗോപു എന്തായി പന്തിൻ്റെ പുറകെ പോയിട്ട്? എൻ്റെ മോൻ എഞ്ചിനീയറാ, എൻ്റെ മോൻ ഡോക്ടറാകാൻ പോണു, അവനിങ്ങനെ കളിച്ച് കോലും അല്ല കുട്ടിയും കോലും, സോറി അതായിരുന്നു കറക്റ്റ് പോലെ, കുട്ടിയും കോലും കളിച്ച് നടന്നാൽ മതിയോ? മണി നീ ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇത് എത്ര വയസ്സിലായിരുന്നു? ഒരു അണ്ടർ 13 തൊട്ട് ക്രിക്കറ്റ് പറയാണല്ലോ. ഇത് when I was 19-20. സോ ഞാൻ ശരിക്കും കേരള രഞ്ജി ട്രോഫി കളിച്ചില്ല, കേരള സ്റ്റേറ്റ് കളിച്ചു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാ കസിൻസ് എന്താ വരുമാനം. ആ ടൈമിൽ രഞ്ജി ട്രോഫിയുടെ ഞാൻ എൻ്റെ ഡെബ്യൂ ചെയ്യുമ്പോൾ രഞ്ജി ട്രോഫിയുടെ ഐ തിങ്ക് മാച്ച് ഫീസ് വാസ് ജസ്റ്റ് $1,450. ഇന്ന് എത്ര 2.5 lakhs 3 lakhs സംതിങ് like. അപ്പം അത് നമുക്ക് കിട്ടുന്ന ആകെ ഓൺലി നോക്കൗട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാച്ച് ആയിരിക്കും ഫുൾ സീസണിൽ കിട്ടണേ. ചിലപ്പോൾ ഭാഗ്യമുണ്ട് 5 മാച്ച്. എങ്ങനെയൊക്കെ വന്നാലും യു വിൽ ഏൺ അറൌണ്ട് 30,000-40,000 ടു ദ മാക്സ്, ഇൻക്ലൂഡിങ് ദ എൻറ്റയർ ടൂർണമെന്റ്. ഇവിടെ ഇപ്പോൾ നോർമൽ ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച ടൂറിൻ്റെ നോർമൽ കളിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് അറൌണ്ട് 1.5-2 lakhs എനിവേസ്. അപ്പോൾ ആ ടൈമിൽ വെച്ച് നോക്കുമ്പം ഇറ്റ് വാസ് എല്ലാവരും ചോദിക്കണ വരുമാനം എന്താ, കളിച്ചിട്ട് എന്ത് കാര്യം? അന്നാണ് ടിനിച്ചേട്ടൻ കളിച്ചിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറയണമെന്നറിയും,
നിങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾക്ക് 2 പേർക്കും നല്ല പെൻഷൻ കിട്ടും റിട്ടയർ കഴിയുമ്പോൾ, ഞങ്ങൾ അവനെ നോക്കിക്കോളാം. അപ്പോൾ അത് മറ്റേ മുഖന്തോതക്കരങ്ങനെ പറയും, എടാ നീ പറഞ്ഞ കേൾക്കണ്ടോന്നല്ല ചോദിക്കണേ. പക്ഷെ എൻ്റെ അച്ഛനും എന്തോ ദൈവനുഗ്രഹം ഒരിക്കലും എന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴൊന്നും തന്നെ എങ്ങനെ തിന്ന് കഴിച്ചോടാ. ചില സിനിമയിലൊക്കെ അമ്മയാണ് സത്യമില്ല എന്നോട് പറയണത് മിക്ക തവണയും, ഗോപു രാവിലെ എണീറ്റ് ട്രെയിൻ ചെയ്യണേ. ഇറ്റ് ഈസ് ലൈക്ക് എ റിക്വസ്റ്റ് ആയിരുന്നു. നമ്മുടെ പോയിരുന്ന് പഠിക്കണമെന്നല്ല, നീ കളിക്ക്, നീ രാവിലെ എണീറ്റ് പോയി കളിക്ക്. അങ്ങനെ പറയുമ്പോൾ ഇറ്റ് വാസ് ഐ തിങ്ക് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. ഇപ്പോഴും ആസ് വി സ്പീക്ക് ഓൾസോ, ഇപ്പോൾ കറൻ്റ്ലി മറ്റേ ടൂർണമെന്റ് കളിക്കാൻ പോകുന്നതുകൊണ്ട് ഇപ്പോഴും അമ്മയാണ് പറയുന്നത്, എടാ നീ ഇങ്ങനെ ഉഴപ്പ് കിടന്നാൽ മതിയോ. റിട്ടയർമെന്റ് ഒക്കെ ചെയ്തോന്നൊക്കെ പറഞ്ഞ് എന്ത് ടൂർണമെന്റ് കളിക്കാൻ പോണേ? അല്ല ചേച്ചി, അത് റിട്ടയർ ചെയ്യാൻ അറിയാത്ത കുറെ കാര്യങ്ങൾ. അല്ല, അത് ഞാൻ അങ്ങോട്ട് പോയതാണ്. അതിലേക്ക് വരാം. ഞാൻ തിരിച്ച് ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഞാൻ ആ ഒരു ഫാമിലി സിറ്റുവേഷനിൽ റിലീജിയസ് ആകുമ്പം ഏറ്റവും ബിഗ്ഗസ്റ്റ് ചലഞ്ച് ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ, വെൻ യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ഗോഡ് ഓർ എനി പവർ വിച്ച് ഇസ് നോട്ട് സീൻ, അല്ലേ, നമ്മൾ കാണാത്തൊരു ശക്തിയെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ കാണുന്നൊരു വ്യക്തി അതിലും കൂടുതൽ വിശ്വസിക്കും. അപ്പോൾ അതിൽ ട്രസ്റ്റ് എന്നുള്ളൊരു വേർഡിൽ ആ ടീം മാറ്റുമ്പോൾ റെസ്റ്റ് ആവും എന്നാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്. അതിൽ എൻ്റെ അച്ഛനും അമ്മ എന്തോ ദേവനാഗരി കൊണ്ട് എന്നെ പഠിപ്പിച്ചത്, ആ ട്രസ്റ്റ് ഡോണ്ട് വറി ഹൗ ദ അതർ പേഴ്സൺ റിയാക്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ജേണിയിൽ പോയിക്കൊണ്ടിരിക്കും, ആൾക്കാർ വരും പോവും, പക്ഷേ മോൻ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഞാൻ പറയും ഇന്ത്യ കളിക്കണം. അതിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും മോനത് കളിക്കും. അത് അച്ഛന് എന്തോ, ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ഏത് മാച്ചാണെങ്കിലും എത്ര വലിയ ഓപ്പോസിഷൻ ആണെങ്കിലും ഫോണിൽ അച്ഛൻ നന്നായിട്ട് പറിച്ചിറങ്ങിക്കും മോനെ. ആ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, നല്ലോണം തയ്യാറാണല്ലോ. ഞാൻ പറയാം അതെ, ഒരു ഡൗട്ടും ഇല്ല, ഉറപ്പല്ലേ, ഒന്നും മേടിക്കണ്ട, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കും. അപ്പോൾ ഇപ്പോൾ മധുചേട്ടനാണെങ്കിലും അളിയനാണെങ്കിലും എല്ലാവരുടെയും ആ ഒരു ബിലീഫില്ലേ. അളിയൻ എന്നെ പണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ദുബുചേട്ടനൊക്കെ എന്നെ പരിചയപ്പെടുത്തി എങ്ങനെ അറിയാം, ഇന്ത്യയുടെ അടുത്ത പ്ലെയർ. ഏത് കേരള രഞ്ജി ട്രോഫി ടീമില്ലാത്ത, ഞാൻ അണ്ടർ 16 അണ്ടർ കളിച്ചിട്ടില്ല, കേരള റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ആ ടൈം തൊട്ട് ഐ ഹാഡ് സം സെൽഫ് certain beliefs thanks to Bhavan ചേച്ചി. Thanks to Bhavan ചേച്ചി. അതെ, ഭവൻ സിളമക്കര ആയിരുന്നു ഞാൻ. അപ്പോൾ ഭവൻ സിളമക്കരയിലെ ടിനിച്ചേട്ടൻ അവിടെ നിന്ന് കളിച്ചപ്പോൾ അത് ഐ വിൽ ടെൽ യു ദാറ്റ് മെയിൻ ട്വിസ്റ്റ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പഠിച്ച് 10th കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലോറൻസ് പബ്ലിക് സ്കൂൾ, അബിത മാം ആയിരുന്നു. അപ്പോൾ ഐ വാസ് സ്പോർട്സ് ക്യാപ്റ്റൻ ഉണ്ടോ. അപ്പോൾ അതിലെല്ലാം ക്രിക്കറ്റ് ചേച്ചി, പക്ഷേ ഞാൻ പോയത് ഡാൻസ് കളിക്കാനാണ്. വെരി ഗുഡ്. അല്ല ശരിക്കും ഞാൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ കേരളത്തിൽ അണ്ടർ 13 സ്റ്റേറ്റ് പോലും ഇരുന്ന് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചാണ് പോണത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി 2 റൗണ്ട് ചുറ്റും ഓടി വാമപ്പും കൈ കറക്കി ബോൾ ചെയ്തിട്ടൊരു കാര്യമില്ല. അവിടെ വേറെ ലെവൽ വെച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാണോ ക്രിക്കറ്റ്, ഇത് ഇന്ത്യ കളിക്കണമെങ്കിൽ ഇന്നൊന്നും പോരാ, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണം. പക്ഷെ മെയിനായിട്ട് ആ ഒരു 7th 8th 9th 10th ഒക്കെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ സ്കൂൾ ലൈഫ്, ഫെൽ ഇൻ ലവ് വിത്ത് സംബഡി ഇൻ സ്കൂൾ, അങ്ങനത്തെ ഓരോ ഇതില്ലേ. ആ കാലഘട്ടത്തിൽ ഫുള്ള് സ്കൂൾ മിസ് ചെയ്യരുത്. അച്ഛനെ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്കൂളിലാണ്, ബങ്കിങ്ങേ ഇല്ല. അപ്പോൾ അങ്ങനെ അത് വിട്ട് ഞാൻ ഭവൻ സിളമക്കരയിൽ വരുന്നു. കാരണം ജോയിൻ ചെയ്യാൻ മെയിൻ കാരണം ടിനു യോഹന്നാൻ പ്ലേഡ് ഫോർ ദ കൺട്രി. സോ ഐ സെഡ്, എളമക്കരയിൽ നിന്ന് പഠിച്ച ടിനു ചേട്ടന് കളിക്കാമെങ്കിൽ വൈ നോട്ട് യു? അതാണ് ആ ദ മെയിൻ ക്വസ്റ്റ്യൻ ഫോർ മീ വാസ്, ഇഫ് ഹി ക്യാൻ വൈ കനോട്ട് ഐ ഹാവ് ടു ഡു ഇറ്റ്, ലെറ്റ് മീ ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ടിനുചേട്ടൻ്റെ സെലക്ഷൻ കിട്ടിയ ദിവസം ടിനുചേട്ടാ ലവ് യു. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ടിനുചേട്ടൻ അങ്ങനെ ക്ലബ്ബ് വിളിച്ചൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. എന്താ ചേട്ടാ കൺഗ്രാജുലേഷൻസ്. ആ മോനെ, താങ്ക് യു മോനെ, ചേട്ടാ നന്നായിട്ട് കളിക്കണ ചേട്ടാ. ആ ഉറപ്പായിട്ടും ബ്രോ, ഓൾ ദി ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്, 30 seconds ഉള്ളി. ഞാൻ വച്ചു വഴിയില്ല ടിനുചേട്ടാ, അതെ ഞാനിതുവരെ ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യ കളിക്കുമ്പോൾ ടിനുചേട്ടൻ കളിക്കുമ്പോൾ ഞാൻ മിനിമം 1 മിനിറ്റ് ഞാൻ ചേട്ടൻ അല്ല ചേട്ടൻ ധൃതിയിലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, സോ ഫോർ him to talk to a under 16 or under 19 boy at that time, it was not important, or maybe he did not have a time. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം നേരെ തിരിച്ചാണ്. ഞാൻ എന്തോരം ടൈം ഒരു ഇപ്പോൾ ഇൻസ്റ്റയിലാണ് എവിടെയാണെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ ഐ ട്രൈ ആൻഡ് റെസ്പോണ്ട് ആൻഡ് ഗീവ് സം. ഐ തിങ്ക് ടൈം ഇസ് മോസ്റ്റ് പ്രഷ്യസ് തിങ്. അപ്പോൾ അത് പഠിച്ചത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഭവൻ സിളമക്കരയിൽ വന്നിട്ടാണ് എൻ്റെ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. റോബിൻ മനോൻ സർ എന്ന് പറയുന്ന കോച്ചായിരുന്നു, സായി കോച്ച്. ഹി സോ മീ ആൻഡ് ഹി സെഡ്, Shri, I had left cricket. So I said, Shri, you're from Bangalore, right? I said, Ade.
നിങ്ങളൊരു ടൂർണമെൻറ്റിൽ ഭയങ്കര പെർഫോമൻസ് ഉണ്ട്, ഇവിടെ കളിക്കാത്ത സ്കൂൾ ടീമിൽ. ഞാൻ പറഞ്ഞു സാറെ ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാനിപ്പോൾ 11th കൊമേഴ്സാണ്, നല്ല രസമാണ്, ഇടയ്ക്കൊരു ഡാൻസും പാട്ടൊക്കെ കളിച്ച് അങ്ങനെ സൈഡിൽ കൂടെ പോകണു. ഇല്ല, ഇൻ്റർ സ്കൂൾ മാച്ചസ് കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റോബിൻ മനോൻ സാർ കാരനാണ് ആക്ച്വലി ഐ സെഡ് ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ഗോ. പക്ഷെ ചേച്ചി ഭവൻസിൽ ഞാൻ കളിച്ചപ്പോൾ ദ റെസ്പോൺസ് ഐ ഗോട്ട് ഫ്രം ഐ വാസ് ഇൻ 11th grade 11C ഫ്രം ദ സീനിയേഴ്സ് എസ്പെഷ്യലി. എന്നെ സ്കൂളിൽ വിളിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ജാടാന്നായിരുന്നു. അല്ല, ക്യാൻറ്റീനിൽ ചെല്ലുമ്പം ചേച്ചി ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ നമ്മൾ ഹോം സയൻസ് സ്റ്റുഡൻസ് ആയിരുന്നു, അപ്പോൾ സെർവ് ചെയ്യണമായിരുന്നു ചേച്ചി. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഹൗ ആർ യു ജാഡ, കാരണം I became very silent from Bangalore because I left cricket. I was not very happy. ഞാൻ ഒരിക്കലും അത്ര സന്തോഷിച്ചല്ല നാട്ടിലോട്ട് സ്കൂളിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന തൊട്ട് പ്രോപ്പർ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറയും എന്ത് സൈലന്റാ ശ്രീ, ജാടാന്ന് പറയാൻ കാരണം ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഓക്കെ ഹായ്, അങ്ങനെയായിരുന്നു. കളി തുടങ്ങി ഫസ്റ്റ് മാച്ച് 5 വിക്കറ്റ് ചേച്ചി. ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ തന്നെ സർപ്രൈസ്, ഞാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ വിചാരിച്ചോ ബാംഗ്ലൂരിൽ ഇത്ര പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ സെലക്ഷൻ പോയി അപ്പം തന്നെ under-19 സെലക്ഷൻ പോയി. ഡിസ്ട്രിക്ട് ടീം തന്നില്ലേ ചേച്ചി എനിക്ക്. പിന്നെ ചോദിച്ചെന്താന്ന് ചോദിക്കും, നീ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്, ഇവിടെ ക്ലബ്ബ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് റൂള്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ വീണ്ടും പണി. അടുത്ത കൊല്ലം ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ് മീ പ്ലേ. ഞാൻ എറണാകുളത്തിൻ്റെ നമ്മുടെ കേരള ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിൽ നെറ്റ് ബോളറായിട്ട് ചെല്ലുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ വലിയ വ്യക്തി നെറ്റ്സിൽ ബാറ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ് പുള്ളി ചോദിക്കുന്നു ആരാണ് ഫാസ്റ്റ് ബോളേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ കൈ വെക്കണു. അന്ന് ഞാൻ ഫാസ്റ്റ് ബോളർ എന്നല്ലേ ചേച്ചി, സ്ലോ മീഡിയം ഓടിയൊന്നും എറിയുന്നതല്ല മാത്രമേ ഉള്ളൂ. ആദ്യ ബോൾ എറിയുന്നു, ടെണ്ടുൽക്കർ തട്ടിമുട്ടുന്നു. രണ്ടാമത്തെ ബോൾ വലിയൊരു വൈഡ്, അവിടെ സൈഡിലൊരു പോളുണ്ട്, ആ പോൾ ചെന്ന് ഇടിച്ചു. പുള്ളി പിന്നെ പാവല്ലേ ഒന്നും പറയണില്ല. തേർഡ് ബോള് 4-5 ബോളേഴ്സ് ഉണ്ട്, ഒരു തവണ എറിയുമ്പോൾ 3 അല്ലെ 4 ബോളേഴ്സാണ് എറിയുന്നത്. മൂന്നാമത്തെ ബോൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് ബോൾ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു യു ബോൾ ലേറ്റാ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര മോശമായിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പക്ഷെ എന്നെ ടെണ്ടുൽക്കർ വിളിക്കുമ്പോൾ നമ്മൾ മറ്റേ കൊണ്ടാടാ എറണാകുളം ക്രിക്കറ്റ് ക്ലബ്ബിലായിരുന്നു. അപ്പം ഞാൻ ഈ സ്വാൻഡൻസിൻ്റെയും കേരളിൻ്റെ ഒക്കെ മുന്നിൽ 3 ബോൾ കഴിഞ്ഞപ്പോൾ ഇല്ലേ ചേച്ചി സൈഡിലോട്ട് മാറിയിട്ട് ആകെ വിഷമം ചെയ്തു. ഇങ്ങനെ നിന്നിട്ടേ എല്ലാവരും കളിയാക്കണം. ഞാൻ പയ്യെ അവിടെ നിന്ന് സ്കൂട്ട് ചെയ്ത് നടന്ന് നേരെ സൗത്ത് ആഫ്രിക്കൻസിൻ്റെ അകത്ത് കയറി. പിന്നെ അവിടെ പോയി ലെഗ് സ്പിന്നർ അറിയാവുന്ന പണി ചെയ്തു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടഡ് ആസ് എ ലെഗ് സ്പിന്നർ. അപ്പോൾ അവിടെ പോയി ലെഗ് സ്പിന്നർ പയ്യെ എറിഞ്ഞ് എല്ലാ നെറ്റ്സും കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. അതാണ് ചേച്ചി ദാറ്റ്സ് ഐ ഹാവ് ടു സേ ദിസ്. അതാണ് സച്ചിൻ പാജി. ഒന്ന് ആലോചിച്ചു, ഇത്രയും വലിയൊരു വ്യക്തി. ഗോഡ്സ് ബീൻ കൈൻഡ്. ഇപ്പൊ 2011 വേൾഡ് കപ്പിൽ പുള്ളി വേൾഡ് കപ്പിൽ ആകിട്ട് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ മിറാക്കിൾ. പക്ഷെ ഈ വ്യക്തിക്ക് 2001 ആ ടൈമിൽ കൊച്ചിയിലെ ക്ലബ്ബിൽ കളിക്കുന്ന ഒരു നെറ്റ് ബോളറായ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. ഒന്ന്, അദ്ദേഹം 3 ബോൾ കഴിഞ്ഞ് എന്നെ നിർത്തിയ കാര്യം ഓർത്തിട്ട് ഞാൻ വന്ന വഴി എന്നോട് പറഞ്ഞു, തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഗിവ് മീ ത്രോ ഡൗൺസ്. ഓക്കെ, ത്രോ ഡൗൺ കഴിഞ്ഞിട്ട് ടെണ്ടുൽക്കറിൻ്റെ ഗ്ലൗ, അന്ന് ആ യൂസ് ചെയ്ത ഗ്ലൗവിൽ പേരിട്ട് സൈൻ ചെയ്ത് ആ 2 ഗ്ലൗ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് I'll give it to you. You can show it. That's crazy. Can you beat it? No, I can't believe it. See, why you? Maybe because I was disappointed. He must have seen that I was stopped. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പോയിന്റ് ഇല്ല, ലോട്ട് ഓഫ് സെലിബ്സ് ഡോണ്ട് ഡു. അപ്പോൾ അതാണ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ, ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അന്ന് ഞാൻ ആരുമല്ല, ഇന്നുമല്ല ദേവാനഗരം, കൂടെ കളിക്കാൻ പറ്റി. That is different, professional. പക്ഷേ ഇത് it's become such a memory for you, അല്ലേ? 100% ചേച്ചി. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, വാവ് യാർ, എന്തെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തെ ഒന്ന് ഔട്ടാക്കാൻ പറ്റണമെങ്കിൽ അടിപൊളിയായിരിക്കും. Nothing like it. But that happened ചേച്ചി, that happened. So 2003 I was in the camp. I got him പ്രാക്ടീസ് മാച്ചസിലൊക്കെ. പിന്നെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായി. പിന്നെ 2005 ചലഞ്ചർ ട്രോഫിയിൽ ഇവരൊക്കെ കളിച്ച മാച്ചിൽ മലയാളി എന്നുള്ള ഞാൻ ടെണ്ടുൽക്കറിന്റെ കംബാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഔട്ടായിരിക്കും അങ്ങനെ തന്നെ പറയാം. വിനയകുമാർ. അതുകൊണ്ട് എന്നെ പ്ലാൻ ചെയ്തു. ദേവാനഗരം അച്ഛൻ്റെ അമ്മയുടെ എല്ലാം. പിന്നെ എനിക്കൊന്ന് ഏറ്റവും ആദ്യമായിട്ടായിരിക്കും കുറേ മലയാളികൾ അന്ന് ടെണ്ടുൽക്കർ ഔട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ദേവാനഗരം ടെണ്ടുൽക്കർ ഔട്ടാകുന്നു. ആ ഒരു ഫുൾ സീരീസിൽ ലെജൻഡ്സ് എല്ലാവരും കളിച്ചത് സീരീസിൽ എനിക്കത് മാൻ ഓഫ് സീരീസ് ആവാൻ പറ്റി. അങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ വരുന്നത്. ആ ഇന്ത്യൻ ടീമിൽ വരുന്ന എൻട്രിയിലും ടെണ്ടുൽക്കർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
സച്ചിൻ ബാജിയുടെ അടുത്ത് ഈ കഥ നമുക്കറിയാം. സച്ചിൻ ബാജിക്ക് ഞാനിങ്ങനെ പറഞ്ഞ് ഓർപ്പിക്കും. ഞാൻ നെറ്റിൽ നിർത്തിച്ചതാണ്, അതുകൊണ്ടാണ് ഇന്ത്യ കളിച്ചതെന്നൊക്കെ പറയും. അപ്പം ഈസ് വെരി ക്ലാസ് ചേച്ചി. അപ്പോൾ അങ്ങനെ വന്ന് കളിക്കുമ്പം ദ പ്ലസ് പോയിന്റ് ചേച്ചി പറഞ്ഞ ആ സെയിം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചി. എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ ദർ വാസ് നെവർ എ ക്വസ്റ്റ്യൻ ആസ്ഡ് വൈ ആർ യു യുനോ നോട്ട്, വൈ എന്നുള്ളത് വൈ ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്, വൈ ആർ യു നോട്ട് സ്റ്റഡി. ഫാമിലി ഫുൾ ടൈം ചേച്ചി, ദിവ്യ ചേച്ചി, നിവി ചേച്ചി, ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ നേരത്ത് രാവിലെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഐ യൂസ് ടു സൈക്കിൾ ലിറ്ററലി അറൌണ്ട് 12 kilometers because obviously at that point of time we couldn't afford. So from Vidyaranapura to Palace Ground I had to go cycling. 6 AM reporting ആയിരുന്നു. അപ്പോൾ 8th standard, 9th standard, 10th standardൽ ഒന്നാലോചിക്കും. Vidyaranapura to RT Nagar, I mean Palace Ground, 6 o'clock to 8:30 cricket training. 8:30 അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് 2 kilometers, 1.5-2 kilometers to Florence RT Nagar. 3 o'clock finish the school, go back to ground, finish around 6:30, 7:30, 8 I used to reach Vidyaranapura. ഇതായിരുന്നു എൻ്റെ റൂട്ടീൻ ലിറ്ററലി ഫോർ 2.5-3 years. അവിടെ ഒന്നും സെലക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ റിവൈൻഡ് അടിച്ച് നോക്കുമ്പം ഗോഡ്സ് ബീൻ കൈൻഡ് ഓൾ ദീസ് പ്രോസസ്സസ് വേർ ഐ സേഡ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ, അയ്യോ എന്തിനാണ് ഞാൻ കളിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇപ്പോൾ 10th പക്ഷെ ദ ഓൺലി റീസൺ വാസ്, ഞാൻ പണ്ടൊക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചാടക്കി പറയും ഭയങ്കര വാശിയാണ്, അതൊന്നും ആയിരുന്നല്ല പ്രശ്നം. പുറകിലുള്ളൊരു ഇപ്പൊ തന്നെ ഇപ്പൊ ചേച്ചിയുടെ ഇത്ര നല്ല ഷോയിൽ ബാക്കിലുള്ള ആ ചേച്ചി, ദാറ്റ് ഈസ് സോ ഹ്യൂജ്. ആൻഡ് ഐ ആം സ്റ്റിൽ ഹാവ് എ ഗ്രേറ്റ് ടീം ചേച്ചി. ഇപ്പം ഞാൻ നേരത്തെ BMW കുറിച്ച് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ടീം വീട്ടിലാണെങ്കിലും വൈഫാണ് ആരാണെങ്കിലും, ദ സപ്പോർട്ട് സിസ്റ്റം വിൽ മേക്ക് യു ഡു അൺബിലീവബിൾ മിറാക്കിൾ. So now I'm going to go into something, okay, a small segment ആണ്. ആരാണ് ഇപ്പം സച്ചിനെ കുറിച്ച് ഇത്രയും സംസാരിച്ചു, ഹൂ ഈസ് യുവർ മോസ്റ്റ് ഫേവറേറ്റ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് യൂഷ്വലി മാച്ച് കളിക്കുന്നതിന് മുമ്പ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം? എൻ്റെ റൈറ്റ് ലെഗ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്. ഇറ്റ് ഈസ് സൂപ്പർസ്റ്റിഷ്യസ് ഓൾസോ ബിക്കോസ് ഐ ഓൾവേസ് കീപ് മൈ റൈറ്റ് ലെഗ് ഇൻ ഫ്രണ്ട്. ഇപ്പോൾ സ്റ്റേജ് ആണെങ്കിലും തൊട്ട് തൊഴുതണം, ആദ്യം കാല് ഗ്രൗണ്ട് തൊട്ട് തൊഴുതിട്ടാണ്. ഓക്കെ, ഒരു ഗോ ടു വർക്ക്ഔട്ട് സോങ് ഉണ്ടോ ഇപ്പോഴത്തെ? ഒരു അൾജീരിയൻ സോങ് ആണത്, ഒരു സുൽക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് അബൌട്ട് ദ ഗൊറില്ല വാർ. ഗൊറില്ല വാർഫെയറിനെ കുറിച്ചാണ്. ഐ വാസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്, there was nobody. അതൊരു അൾജീരിയൻ, ബട്ട് there is subtitles. Please, അതൊന്ന് അല്ല ചേച്ചി ഭയങ്കര, ഇറ്റ്സ് വെരി ഇൻസ്പിറേഷൻ. Okay, അപ്പോൾ you're a fast bowler. പക്ഷേ who's the fastest bowler you have faced when batting? ഷോയിബ് അക്തർ. എൻ്റെ അമ്മോന്നൊക്കെ രക്ഷയില്ല അല്ലേ ചേച്ചി? വേണ്ട, കൂടുതലൊന്നും പറയണ്ട, റാപ്പിഡ് ഫയർ ചേച്ചി. അതൊന്ന് ശരിയട്ടെ, ഷോയിബ് ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് വലിയ ചെറുതായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ടെന്നീസ് ബോൾ അതൊക്കെ കളിച്ച് ബോളിംഗ് മെഷീനിലൊക്കെ കളിക്കാം. പക്ഷെ കളിക്കുന്ന 1 kilometer ദൂരെ നിന്ന് ഒരു ഓടി വരുന്നത് നോക്കി, എന്നിട്ട് നമ്മുടെ തട്ടും മോളും എത്തിയില്ല ചാടിയിട്ടില്ലേ ലിറ്ററലി. എന്തായാലും ഒരു വൈബാണ്. ഫുള്ള് മുടിയൊക്കെ അങ്ങോട്ട് എവിടെ നോക്കാം. എന്നിട്ട് കോച്ചറിയാം വാച്ച് ദ ബോൾ. കോച്ചിന്റെ അടുത്ത് ഞാൻ, യെസ് ഐ ആം ഗിവിംഗ് മൈ വെരി ബെസ്റ്റ് ഷോട്ട്, വേർ ഇസ് ദ ബോൾ? അവനെ എറിയണു, കീപ്പർ പിടിക്കണു, സ്ലിപ്പിലേക്ക് പോകും. രണ്ടാമത്തെ ബോള് ഞാൻ പ്രാർത്ഥിക്കണെന്നറിയോ, ദൈവമേ കോച്ചസ് പറയണേ കീപ് എവറിത്തിങ് ക്ലോസ് ടു യുവർ ബോഡി സോ ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ്. Don't try and hit him because if you try to hit him, you will get back. അല്ല, it is as a tail end. Number 11, number 10 ചേച്ചി. അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കണം, ബോൾ വന്ന് ബാറ്റ് ഇടിച്ചാൽ കുഴപ്പമില്ല, എന്നിട്ട് പാർത്തി കൃഷ്ണ സത്യം ചേച്ചി. എന്തിനാ നുണ പറയണേ? നമ്മൾ ചാടക്ക് വരെ ആരായാലും നമ്മൾ അറിയും. ഏത് യുവരാജ് സിംഗിനോട് വെച്ചാൽ എല്ലാവരും പറയും ഷോയിബ് ഭായ് വരുമ്പം ആരെന്തൊക്കെ പിന്നെ ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാവും, അതിൽ യു മൈറ്റ് എൻഡ് അപ്പ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ സെർട്ടൻ ഒരു മിറാക്കിൾ അത്ഭുത പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഭാഗ്യം. ചേച്ചി ഷോയിബ് അക്തർ. Okay. I'm pretty sure that's a feeling. I can feel it. Okay, ഈ ഡ്രസ്സിംഗ് റൂംസിൽ കുറെ പ്രാങ്ക്സ് ഒക്കെ ഉണ്ടാവാറില്ലേ? What has been the funniest one? ചേച്ചി കുറെ ഒരെണ്ണം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അത് വലിയൊരു ന്യൂസ് ആയിരുന്നില്ലേ? നമ്മൾ 2006 സൗത്ത് ആഫ്രിക്ക സീരീസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം ഇന്ത്യ വൺ ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻ എ ടെസ്റ്റ് മാച്ച്. അപ്പോൾ അതിൽ ദേവനഗരി ഞാനായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ആ മാച്ച് കഴിഞ്ഞപ്പോൾ അവരവിടെ ഷാമ്പെയിൻ ഷവേഴ്സ് ഒക്കെ ആയിട്ട് ഡ്രസ്സിംഗ് റൂമിന്റെ കാർപ്പറ്റിലൊക്കെ ഷാമ്പെയിൻ ഫുൾ. നമ്മൾ ഇന്ത്യൻ ടീം നല്ല രസമായിരുന്നു. അത് പ്രാങ്ക് എന്നല്ല പറയണ്ട, ഒരു വലിയൊരു ബില്ല് നമ്മുടെ ടീം BCCIക്ക് ലെറ്റർ വന്നു.
ഇനി മേലെ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ കാർപ്പറ്റ് ഇട്ടില്ല. അത്ര മോശമാക്കി കൊടുത്തു. ചേച്ചി വെൽ ഡൺ, വെൽ ഡൺ. പിന്നെ ചേച്ചി കണ്ണോൺ വി വൺ ഇൻ സൗത്ത് ആഫ്രിക്ക ആഫ്റ്റർ ഐ തിങ്ക് ഫ്രം ദ ടൈം ക്രിക്കറ്റ് ഹസ് സ്റ്റാർട്ടഡ്. ഇറ്റ്സ് ഓക്കെ. It's okay. Okay, what is a habit ഭുവനേശ്വരിക്ക് ശ്രീലങ്ക? പിന്നെ ഒരു പ്രായം കൂടെ പറയാൻ വേണം. കേൾക്കാം, പപ്പടം തുറ. 2011 വേൾഡ് കപ്പിൽ നീ നാളെ കളിക്കും, ആ. നീ നാളെ കളിക്കും, നീ നാളെ കളിക്കും, നീ നാളെ അങ്ങനെ കളിക്കും. പറഞ്ഞ് കുറെ പറ്റിച്ചു. 42 ദിവസം പുറത്തിരുന്നു, മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് ഫൈനലിൽ എന്നോട് നീ നാളെ കളിക്കും. ഞാൻ മനെ കേട്ടിട്ടുണ്ട്. രാത്രി 12 എന്നെ വിളിച്ചിട്ട് ശ്രീ സോരേ തू कल खेल रहे हैं? അപ്പൊ ഞാൻ പറയാം ഹാ പാജി ടീക്ക്. ഓക്കെ, വിശ്വസിച്ചില്ല. ചേച്ചി ഫസ്റ്റ് മാച്ച് കളിച്ചു, ആ, പിന്നെ ലാസ്റ്റ് മാച്ച് കളിച്ചു. അങ്ങനെ റെക്കോർഡൊക്കെ ഉണ്ട്, നമുക്ക് കുറെ റെക്കോർഡുണ്ട്. ഫസ്റ്റ് മാച്ച് കളിച്ചു ബംഗ്ലാദേശിനെതിരെ, ഫസ്റ്റ് മാച്ച് ഓഫ് ദി ടൂർണമെന്റ്, ഫസ്റ്റ് ബോളർ ഞാനാണ്. ലാസ്റ്റ് അത് കഴിഞ്ഞ് ലാസ്റ്റ് മാച്ച് ഫൈനലിൽ എൻ്റെ ഇടയ്ക്ക് ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയക്ക് എന്നെ കളിക്കും, ഇപ്പൊ കളിക്കും. ഒന്നും നടന്നിട്ടില്ല. ഗുഡ് പ്രാങ്ക്. ആ സെക്കൻഡ് ഫൈനലിൽ വിളിച്ചിട്ടേ അത് പ്രാങ്ക് അല്ലേ ചേച്ചി, ഫൈനലിനോട് അവർ കളിക്കുന്നുണ്ട്. ഞാൻ സ്പൈക്സ് പോലും എടുക്കാണ്ടാണ് മീറ്റിങ്ങിന് പോണേ. ഗാരി ഗസ്റ്റ് വന്നിട്ട് പറഞ്ഞു ശ്രീ യു ആർ പ്ലേയിങ്. ഫൈനലോ? ഓക്കെ. ചാടി എല്ലാവരും ബസ്സിൽ കയറുമ്പോൾ ഞാൻ തിരിച്ചു പോവുക റൂമിൽ സ്പൈക്സ് ഒക്കെ എടുക്കാൻ. സത്യം അതിൽ കൂടുതൽ ഇതായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രാങ്ക്. അത് ജയിക്കുകയും ചെയ്തു ചേച്ചി. ചേച്ചി ദ ഓൺലി ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ to win 2 World Cups. I know, can you believe it? Touch leather. Touch leather. Touch wood. എല്ലാം. Thank you. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി. നിന്റെ കഴുത്തിലുണ്ടെന്ന് തോന്നുന്നു wood. എവിടെ ഇല്ലേ മറ്റേ? എന്തായാലും ഓക്കെ. ഭുവനേശ്വരിക്ക് ശ്രീയിൽ മാറ്റാൻ ആഗ്രഹമുള്ള ഒരു സ്വഭാവം? ഭുവനേശ്വരിക്ക് എന്നിൽ മാറ്റാനുള്ള സ്വഭാവം, something she wants you to change. ഇത്തിരിയുടെ റിയാക്ഷൻ ബെറ്റർ ആയി കഴിഞ്ഞാൽ ചിലപ്പം ബെറ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യം, aggressiveness. നേരെ തിരിച്ചാണ് ചേച്ചി. എന്ത് റിയാക്ഷൻ? കല്യാണം കഴിച്ച് കുറെ ഭർത്താക്കന്മാരോട് ചോദിക്കുമ്പോൾ സത്യമായിട്ടും മനസ്സിലാവും. എന്ത് റിയാക്ഷൻ? ഞാൻ ചേച്ചി എനിക്ക് റേസ് ചെയ്ത വോയിസിൽ സംസാരിക്കുന്നത് വളരെ കുറവാണ്. അത് വൈഫിനോട് ചോദിച്ചാൽ പറയും. പിന്നെ അനാവശ്യമായിട്ട് ഇപ്പോൾ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചാണ്. അച്ഛനും അമ്മയാണെങ്കിലും തർക്കുത്തരൊക്കെ അങ്ങനെ വരുമ്പം അച്ഛൻ നടന്നങ്ങ് പോവുള്ളൂ. ഫീൽഡിൽ അങ്ങനെയല്ലല്ലോ ചേച്ചി. ഫീൽഡിൽ ഇന്ത്യക്ക് കളിക്കുമ്പോൾ വേറെ ക്ലബ് ആണെങ്കിലും അതൊരു ഈക്വാലിറ്റിയെ കുറിച്ച് പറയണ്ടല്ലേ. ഇന്ത്യക്ക് കളിച്ചാലും ലോകത്തിലെ ഏത് ടീമിനെ അഗേൻസ്റ്റ് കളിച്ചാലും സ്വന്തം ഭാര്യയുടെ ഭാര്യ അമ്മ മോൾ ചേച്ചി അങ്ങനെയുള്ളവര് നമ്മളിങ്ങനെ പൂച്ച അല്ല ശരിക്കും അതിപ്പോ പൂച്ചയുടെ അല്ല. ഗോഡ്സ് ബീൻ കൈൻഡ് ബിക്കോസ് ഞാനിങ്ങനെ ആലോചിക്കണത് ഫിലോസഫിക്കലായിട്ട് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഫാമിലി മൊത്തം വിട്ടിട്ടൊരു കുട്ടി വരുന്നത്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആൻഡ് മോസ്റ്റ് ടഫസ്റ്റ് ഫേസ് ഓഫ് ലൈഫിലായിരുന്നു നമ്മൾ ഫുൾ ഫാമിലി ആൻഡ് ഈവൻ മലയാളി സൈഡ് വെച്ച് നോക്കുമ്പോൾ. അപ്പം ഷിക്കാവത്ത് ഫാമിലി, അതും റോയൽ ഫാമിലി പോലുള്ള വീരേന്ദ്ര ഷിക്കാവത്തിൻ്റെ മകള്, എനിക്കിപ്പോൾ ഒരു മോളാണ് 10 വയസ്സുള്ള മോൾ, ഒരു മോനുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ലിറ്ററലി ഇത്രയും ഇഷ്യൂസ് നടക്കണു, ലിറ്ററലി എന്നെ ടെററിസ്റ്റ് എന്ന് വരെ വിളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ, അങ്ങനെ ഒരു ടൈമിൽ സ്വന്തം മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക. അതൊന്ന് കേരളത്തിലോട്ട് ഭാരതമായിട്ട് വരിക, അതൊന്നും നടന്നിട്ടേ ഉണ്ടാവില്ല. പിന്നെ ഡെസ്റ്റിനേഷൻ പറ്റി ഇപ്പോഴാണ് നടക്കേണ്ടത് കുറേ. പക്ഷേ ആ ടൈമിൽ ശരിക്കും വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മൾ ഇന്ത്യ കളിച്ചെക്കുറിച്ച് പറഞ്ഞു. ഐ വുഡ് ഹാവ് നെവർ മെയ്ഡ് എ കം ബാക്ക് ചേച്ചി ഇഫ് നോട്ട് ഫോർ ഭുവനേശ്വരി. എനിക്ക് തോന്നുന്നില്ല. ഫാമിലിയും ഫ്രണ്ട്സും ഡിയർ വൺസും ഒക്കെ എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കേസ് നടന്നുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് യു ഹാവ് നോട്ട് സീൻ മൈ പ്രൈം. പ്രേമിച്ച സമയത്തൊക്കെയാണെങ്കിൽ ഇന്ത്യ കളിക്കുകയാണ്. പക്ഷെ അത്ര നമ്മൾ ഭുവനേശ്വരി ഏറ്റവും കൂടുതൽ കണ്ടത് എൻ്റെ സ്ട്രഗ്ലിംഗ് ഫേസും. ഒരു പില്ലർ അല്ല, ഒരു എത്ര പില്ലേഴ്സ്. അതിപ്പോ ആരായാലും ഇപ്പൊ വീട്ടിലാണെങ്കിലും how do I say, the best way is I don't, ഇപ്പൊ എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിലും ആരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും ഞാൻ ഓൾവേസ് ക്രിക്കറ്റ് മാച്ച് പാഡ് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ആയിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇവിടെ ഒന്ന് പാഡ് ചെയ്യിപ്പിച്ചാലോ. No, but she's a darling. She's been and her entire family, full Shikawat family, they've been fantastic. We'll come to that. ഇത് rapid fire ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന പ്ലെയർ, who's the funniest cricketer that you know? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബജീപ്പയും ഹർഭജൻ സിംഗും യുവിപ്പ. ഓക്കെ, നമ്മുടെ മൂന്നുപേരുടെ കോമ്പിനേഷൻ ആണ് എപ്പോഴും ചിരിപ്പിക്കുന്നത്, കരയിപ്പിക്കുന്നത്. ത്രിമൂർത്തി അതെല്ലാവരും കരയിപ്പിച്ചത് ചേച്ചി.
അത് അതറിയില്ലേ ഇന്ന് ചേച്ചിയുടെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ഇല്ല, എല്ലാവർക്കും അറിയാം. 27-ാം തീയതി ബജിപ്പയുടെ വൈഫും ഭാബിയുടെ കൂടെ ഞാനും ഭാര്യയുടെ But you guys are very close. That is what's so sweet. എന്തൊരു ഇത് പുതിയതില്ലേ ബജിപ്പയുടെ ഒരു Yes, പോഡ്കാസ്റ്റ് yes. പോണ്ടോ? വി ആർ ഗോയിങ്. Oh, കാരണം ഈ nice. ഇടയ്ക്ക് ലളിത് മോഡി സാർ എല്ലാം ആവശ്യമുണ്ടോ എന്ത് കാര്യം ഞങ്ങൾ എല്ലാരും കുറെ ചോദിച്ചു. ആ വീഡിയോ എന്തായാലും ഇത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഗ്രീൻ റൂമിൽ രഞ്ജി ചേച്ചിയുടെ കൂടെ തന്നെ ഇരുന്നെങ്കിൽ ചോദിക്കും. ചോദിക്കേ. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അന്നത്തെ അല്ലേ? അന്നത്തെ കണ്ട് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഇത് പുതിയ നീ എന്തിനു തല്ലി? ആ. കുറെ മലയാളികൾ എന്നോട് ചോദിച്ചൊരു കാര്യം, നീ ഇത്ര വലിയ അഗ്രഷനെ കാണിച്ചിട്ട് ആ. അന്ന് എന്തുകൊണ്ട് തല്ലിയില്ല? തിരിച്ചു. അന്നെ ഇടിച്ചിട്ടിട്ടുണ്ടേ. അന്ന് ഞാൻ ഇടിച്ചിട്ടിരുന്നെങ്കിൽ ഞാൻ അന്നേ ലൈഫ് ബാൻ ആയനെ. അതെ അതെ. പറയാനുള്ളൂ. അന്നൊന്നും കേരളത്തിൽ അത്ര പവറും ഇല്ല, ഞാൻ മാത്രമാണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. അതെ. ഞാൻ അവിടെ കളിച്ച് തിരിച്ച് തല്ലാത്തതുകൊണ്ട് സഞ്ജു ഒന്നും തോന്നരുത്, സച്ചിൻ ബേബി ഒന്നും തോന്നരുത്, നിതീഷ് കുറെ പേര് ഇവിടെ അത് കഴിഞ്ഞ ശേഷം കളിച്ചു. അതിന് അഹങ്കാരം കൊണ്ട് പറയുന്നത് ഇരിക്കുന്നത് ഞാനാണ് കാരണം. അത് അവർ പല സ്റ്റോറീസായിട്ട് പറയാനുണ്ട്. കാരണം എനിക്ക് നമ്മുടെ അവിടെ ഒരു പവർഫുൾ ആയി കഴിയുമ്പം നമുക്ക് ആ ഒരു പവർ യൂസ് ചെയ്ത് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ അച്ഛൻ പറയുന്നത് വെൻ യു ആർ വെരി പവർഫുൾ ആൻഡ് യു ഹാവ് പവർ, യൂസ് ദാറ്റ് ടു ഹെൽപ്പ് പവർലെസ് പീപ്പിൾ, നോട്ട് ഷോ ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതർ പവർഫുൾ പീപ്പിൾ ആൻഡ് മേക്ക് ദം ഗ്രോ. അതിനൊരു ഭാഗം കഴിഞ്ഞു. അന്ന് ഞാൻ അവിടെ ഇടിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ പറയുന്നത് മലയാളി മദ്രാസി എന്ന് പറയുന്നത് മാറ്റിയാണ് ആ ടൈമിൽ ചിലപ്പോൾ. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ലളിത് മോഡി കാണിച്ചപ്പോൾ മനസ്സിലായി തല്ലുമല്ല ചെയ്ത്. അത് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ഇപ്പോൾ ഒന്നോടെ വേണം ഹിറ്റായിക്കോളൂ. നടന്നു വന്ന് നമ്മൾ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം റിയാക്ഷൻ ഹാർഡ് ലക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ കൈ വെച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെയാണ് അത് ഇങ്ങനെ ഇതാണ് ചേച്ചി, ഇതുമല്ല എല്ലാവരും സ്ലാപ്പ് മറ്റേന്ന് ലൈക്ക് പ്രോപ്പർ. നിനക്ക് വേദന എടുത്ത് ഇവിടെയല്ല, നിനക്ക് വേദന എടുത്ത് ഇവിടെ. ചേച്ചി ഇവിടെ എല്ലായിടത്തും വേദന എടുത്തു. ഞാൻ ഫുൾ സ്ഥലത്ത് വേദനയായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി വിഷമം ചേച്ചി. നമുക്കറിയാം, ഞാൻ എപ്പോഴും ഹഗ് ചെയ്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ബജിപ്പ നമ്മള് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ബജിപ്പ ഞാൻ യുവിപ്പ ആണ് ഫുൾ തരികട. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പുള്ളി അപ്പൊ ഞാനിങ്ങനെ ഇതിപ്പോ തല്ലണോ അതോ കരയണോ? എനിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു. അല്ല ശരിക്കും എനിക്ക് തിരിച്ച് ദേഷ്യപ്പെടണോ? പിന്നെ ഞാൻ മനസ്സ് വിചാരിച്ചു, ഞാൻ ആ ടൈമിൽ വിചാരിച്ച നാട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, I was in that flow state. ഞാൻ പെട്ടെന്ന് നമ്മുടെ കാക്കൂര് കളവിലൊക്കെ കണ്ടു കിടക്കണ ഗോപുവായി. ഞാൻ അയ്യാരും എൻ്റെ ചേട്ടനാണല്ലോ, റിയാക്ട് ചെയ്യണ്ട. തിരിച്ച് ഞാൻ ആ ഒരു ക്ഷണത്തിൽ നോക്കിയാൽ തിരിച്ച് തല്ലാനായിട്ട് വരുന്നുണ്ട് ആ ഒരു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് അവരെല്ലാവരും വന്ന് പിടിച്ചോണ്ട് വേറെ ഒരു ഇഷ്യൂ ആയില്ല. പിന്നെ ഇപ്പൊ കണ്ട വീഡിയോ കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായാലോ അങ്ങനെ സാരല്ല. That but like you said, even today the funniest എന്ന് പറയുന്നത് അവരെ തന്നെ. പക്ഷെ അത് അല്ല, പക്ഷെ അവരിപ്പോ പറയും ബജ്ജി ഇപ്പൊ എവിടെ പോയാലും ഏറ്റവും ശ്രീശാന്ത് എല്ലായിടത്തും. പക്ഷെ ഇപ്പൊ എന്റെ മോളുടെ ആ സ്റ്റോറി പറഞ്ഞില്ല. പക്ഷെ ഞാനത് പറയാനുള്ളത് പിഞ്ചു മനസ്സിൽ കളങ്കമില്ല പോലെ. Okay, this is a cricket question. Bouncer or Yorker, which makes you feel I don't know. Yorker ചേച്ചി. Yeah? It's better to get him out than hurt him. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സിനിമ കണ്ടോ? ഏതെങ്കിലും സിനിമ ലേറ്റസ്റ്റ്? Which one? ചേച്ചി ഇപ്പോൾ ഒരു ഗുരുക്ഷേത്ര എന്നൊരു സീരീസ് ഉണ്ട് ഇൻ നെറ്റ്ഫ്ലിക്സ്. സോ അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മുടെ ഒബിയസ്ലി നമ്മുടെ പുരാണമൊക്കെ നമ്മുടെ അപ്പൂമാരൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇറ്റ് ഈസ് വെരി ഗുഡ് ചേച്ചി. ഗുരുക്ഷേത്ര സിനിമയോ മലയാളം സിനിമയിലോ കണ്ടോ? മലയാളം സിനിമ ലാസ്റ്റ് കണ്ടത് ലാൽ സാറിന്റെ തുടരും. ഇപ്പോൾ ശ്രീ ഇസ് ലൈക്ക് സം 40+, റൈറ്റ്? കെൻ യു ബിലീവ് ഇറ്റ്? ആണ് 40+ ആണ്. ഞാൻ സമ്മതിക്കില്ല, ഞാനും. സോ ഇറ്റ്സ് ഓക്കെ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ചോരത്തിളപ്പിൽ നിൽക്കുന്ന ശ്രീശാന്തിനോട് എന്ത് പറയും? അന്നത്തെ ശ്രീ ബിഫോർ കല്യാണം, ക്രിക്കറ്റ് കളിച്ച് പീക്കിൽ നടന്നൊരു 2-time വിന്നർ, 2-time വേൾഡ് കപ്പ് മത്സരം ആണോ? എന്നാ അതിന് മുമ്പ് ഒരു വേൾഡ് കപ്പ് വേണ്ട ഒരു വേൾഡ് കപ്പ് അതായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ശ്രീനോട് വേൾഡ് കപ്പ് കഴിച്ച് ജയിച്ചു നിന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന ശ്രീശാന്തിനോട് സൗത്ത് ആഫ്രിക്കയിൽ ഒരു വലിയ പാർട്ടി സീൻ നടന്ന് ഷാറുഖ് ബോയ് ഒക്കെ അപ്പുറത്തിപ്പുറത്ത് നടക്കണു. ആ സീൻ എന്ത് പറയും? അപ്പൊ ഞാൻ നടന്നില്ല. എന്നിട്ട് പറയും ഇപ്പൊ ചേച്ചിയാണ് ശ്രീശാന്ത്, ഞാൻ നടന്നിട്ട് പറയും എന്താ വന്നത് ഞാൻ നോക്കി കുറച്ചു. അപ്പൊ ഞാൻ എങ്ങനെയാ ശ്രീശാന്ത് എങ്ങനെയാ ചേച്ചി ഞാൻ എന്നിട്ട് പറയും പണ്ട് എൻ്റെ ആൾക്കാർ പറഞ്ഞാൽ നന്നായി കൂടെ ഒന്ന് അടങ്ങ് 24 വയസ്സായേ ഉള്ളൂ, ഇനിയും കിടക്കുന്നു കുറേ വർഷങ്ങൾ. അപ്പോൾ അതാ. പക്ഷേ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോ റിഗ്രറ്റ് ചേച്ചി. ടു ബി ഓണസ്റ്റ്, ആ ടൈമിൽ ഇഫ് ഐ വാസ് നോട്ട് അഗ്രസീവ്, ഇഫ് ഐ വാസ് നോട്ട് ഹു ഐ വാസ്. ഇപ്പോൾ വിത്ത് കല്യാണം കഴിഞ്ഞു മക്കളായപ്പോൾ യു ചേഞ്ച് ആസ് എ എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ യു ചേഞ്ച് ആസ് എ പേഴ്സൺ, യു ചേഞ്ച് ആസ് എ
ഹ്യൂമൻ ബീങ് ചേഞ്ചസ് എ ഫാദർ, എവറിത്തിങ് ഹാപ്പൻസ്. പക്ഷെ ആ ടൈമിൽ ഞാൻ ഈ ശ്രീശാന്ത് ആയിരുന്നു ചിലപ്പം വേറൊരു വേൾഡ് കപ്പ് ജയിക്കില്ലായിരുന്നു, ഞാൻ കംബാക്ക് നടത്തില്ലായിരുന്നു. കാരണം ആ ടൈമിൽ എൻ്റെ മനസ്സിൽ മലയാളി പുലിയാണ് തോപ്പിക്കണം. അപ്പോൾ ആരെങ്കിലും എന്നെ മദ്രാസിൽ വരെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ അത് ഗ്രൗണ്ടിൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ കൊച്ചി തന്നെ 99 വേൾഡ് കപ്പ്, 2003 വേൾഡ് കപ്പ്, 2007 വേൾഡ് കപ്പ് ജയിച്ച ഓസ്ട്രേലിയ വരുന്നു നമ്മുടെ സ്വന്തം നാട്ടിൽ കൊച്ചിയിൽ, നമ്മുടെ സ്വന്തം മണ്ണിൽ. ഞാൻ അവിടെ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ഞാൻ രഞ്ജി ട്രോഫി കളിക്കണ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ പെർമിഷൻ കിട്ടിയിട്ടില്ല. രഞ്ജി ട്രോഫി കളിച്ചതിന് ശേഷവും ഇന്ത്യ കളിച്ചപ്പോഴാണ് ഇത്രയുടെ റെസ്പെക്ട് കിട്ടിയത്. അതുവരെ ആ ഗ്രൗണ്ടിനുള്ളിൽ പെർഫോമൻസ് നമുക്ക് പെർമിഷൻ ഇല്ല. ആ ഗ്രൗണ്ടിൽ ഇതുപോലത്തെ 3 ടൈം വേൾഡ് ചാമ്പ്യൻ വരുന്നു, അവരുടെ എതിരെ ഞാൻ 3 വിക്കറ്റ് എടുക്കണു. ആ ഒരു ഫീലിംഗ് ഇല്ലേ സി, ദാറ്റ് ഈസ് ബെറ്റർ ദാൻ വിന്നിങ് ദ വേൾഡ് കപ്പ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ചേച്ചി ചോദിച്ചാൽ ബിഗ്ഗസ്റ്റ് ഓഫ് മൂമെന്റ്സ്, കിഡ്സ്, എൻ്റെ മക്കളുണ്ട്, അങ്ങനത്തെ കുറേ ഡേറ്റ്സ് ഉണ്ടാവും, കല്യാണത്തിൻ്റെ ഡേറ്റ്സ് ഉണ്ടാവും, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചെറിയ ഇൻസിഡൻസ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ, ദേവാനഗരം കൊണ്ട് പറയുകയാണെങ്കിൽ, പ്രൊഫഷണലി എൻ്റെ ഫസ്റ്റ് മാച്ച് ഇംഗ്ലണ്ടിൻ്റെ നേരെ 2006 ഏപ്രിൽ 2 ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഇൻ്റർനാഷണൽ മാച്ച് നടക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ ഞാൻ ടെണ്ടുൽക്കർ ബസ്സിൽ നിന്ന് എപ്പോഴും ആദ്യം ഇറങ്ങണം. അന്ന് ടെണ്ടുൽക്കർ പാജി പറഞ്ഞു ഇല്ല, അതും ആലോചിക്കണം, 4 years ബാക്ക് ഈ ടെണ്ടുൽക്കറാണ് എന്നോട് ബോൾ ചെയ്യണ്ടെന്ന്. ആ വ്യക്തി ശ്രീ യു ഫസ്റ്റ്. എന്നിട്ട് അപ്പ ശ്രീശാന്ത് സച്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ ആ സ്റ്റേഡിയത്തിൽ കിട്ടിയ ഒരു നന്ദിയുണ്ട്, ആ ഗ്രൗണ്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, വളരെ വളരെ നന്ദിയുണ്ട്. കാരണം ആ 2006 ആ ഒരു ആരവം, ആ മലയാളികളുടെ എന്താ പറയുക, ആ ഒരു എനർജി, അതാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാറ് വാശിയെന്ന്. പക്ഷെ വാശിയുടെ കൂടുതൽ എനിക്ക് ആദരവും ഒരു ബഹുമാനം, അല്ലെങ്കിൽ ഓ നമ്മുടെ ചങ്കാണ്, ആ ഒരു ഫീല് തന്ന ആ സ്റ്റേഡിയം. ആ 2006 സ്റ്റേഡിയം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അത്രയും വെയിലത്ത് ഏപ്രിൽ ചേച്ചി, ഏപ്രിലിൽ ദർ വാസ് നോ കവറിങ് ആ ടൈം, ആ റൂഫൊന്നുമില്ല, ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 lakh ആ ഗ്രൗണ്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ നിന്നുണ്ട്. കാരണം ആ ഒരു ചേച്ചി ടെണ്ടുൽക്കർ എടുത്തേക്കുമ്പോൾ എൻ്റെ പേര് ചാൻഡിയാണ് എഴുതി. അതുകൊണ്ടാണ് അപ്പം തന്നെ ടെണ്ടുൽക്കർ തന്നെ ഹഗ് ചെയ്ത് ക്യാപ്പ് വരുന്നു, ശ്രീ ദിസ് ഈസ് ദ മൂമെൻറ്റ് ഫോർ യു, മേക്ക് കേരള ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, യുവർ ഗോഡ്സ് ഓൺ സൺ, അങ്ങനെ അതൊക്കെ ചേച്ചി ഇറ്റ് ഈസ്. ഞാൻ സത്യം പറയട്ടെ, ടെനിച്ചേട്ടനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല വേൾഡ് കപ്പ് ജയിക്കുന്നോ 4-5 വർഷം കളിക്കണം എന്നൊന്നും. ആ ഒരു മൂമെൻറ്റ് വാസ് That is what very big for made you like. And the next match was Australia. That match I only got 1 wicket, but in Australia, against Australia, എനിക്ക് 3 wicket കിട്ടി. Okay, അപ്പോൾ എന്തായാലും ആ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. That was yours. Professional cricket wise, belief system കൂടിയത് തീർച്ചയായിട്ടും ടെണ്ടുൽക്കർ എന്നൊരു മഹാവ്യക്തി നമ്മളെ പുഷ് ചെയ്യുമ്പം, and കേരളം സ്വീകരിച്ച രീതി, ബൂസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒപ്പിട്ട് മറ്റേ ഫില്ല് ചെയ്ത് കൊടുക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് സച്ചിന് വേണ്ടി. അതൊരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, പാർട്ടി എല്ലാം. സത്യം പറഞ്ഞാൽ the thing about you, Shri, is കുറേ കാര്യങ്ങളുണ്ട്. എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും. അപ്പം ഓൾറെഡി നമ്മളൊന്ന് സാധനം ഇട്ട് കൊടുത്താൽ മതി, മോൻ കൊണ്ടുപോകും. ചേച്ചി അതുകൊണ്ടാണല്ലോ ഞാൻ ഏറ്റവും അവസാനം സിനിമ ഏതാ കണ്ടേ, തുടരും. ഇഷ്ടപ്പെട്ടു. ബട്ട് ലിസൺ, ദർ ഇസ് സോ മച്ച് യു ഹാവ് ഡൺ. ക്രിക്കറ്റർ എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരു വലിയ ഫാക്ടറാണ്. അതിൽ തന്നെ അതിൻ്റെ ഒരു യുനോ ഒരു പീക്ക് ഇസ് 2 ടൈം വേൾഡ് കപ്പ് വിന്നർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അതിലൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി വന്ന് ജീവിതം തന്നെ യുനോ തരണം മറിച്ചു, അങ്ങനെയാണോ പറയാ, അഗ്നി ശുദ്ധീകരിച്ച് അഗ്നിപരീക്ഷയായിരുന്നു. ആ സമയത്ത് തന്നെ കല്യാണം കഴിച്ചു. ലൈക്ക് അത് കഴിഞ്ഞു എല്ലാവരും ചോദിക്കും 2013 എന്തൊരു വർഷമായിരുന്നു, ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഇയർ എന്ന് പറയും. ഞാൻ പറയല്ല, 2013 വാസ് ദ ബെസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ്. വൈ? നോ, ജെന്യുവൻലി. ഞാൻ നോട്ട് ഫിലോസഫിക്കൽ ഓർ ട്രൈങ് ടു ബി ഡിപ്ലോമാറ്റിക്. ഒന്ന്, എക്സാക്ട്ലി എനിക്ക് മനസ്സിലായി, നോട്ട് ഓൾവേസ് പവർ ഇസ് എവറിത്തിങ്. ഓക്കെ, 1. സെക്കൻഡ്, 2013 എൻ്റെ കല്യാണത്തിന് യു നീഡ് ദാറ്റ് പാർട്ട്ണർ ഹൂ വിൽ സ്റ്റാൻഡ് ബൈ യു നോ മാറ്റർ ഹൂ യു ആർ. വെരി ഡിഫിക്കൽട്ട് ഫേസ് ഷീ സ്റ്റുഡ്, ഹെർ കംപ്ലീറ്റ് ഫാമിലി. പിന്നെ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് വെച്ച് എയർപോർട്ടിലിരിക്കുമ്പോഴും നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, നമുക്ക് വേണ്ടി എൻകറേജ് ചെയ്തവർ വരെ, എയർപോർട്ട് ലോഞ്ചസിൽ വരെ, ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ് യൂസ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് സിറ്റ് സംവെയർ എൽസ്. Shut up. ഓ ചേച്ചി, ഇറ്റ്സ് ഓക്കെ.
No, all that happened Okay. from 2013 to 2015. I'm not telling this for a sympathy. ഞാനൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പറയുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ പറയും, so I used to remove my headphones and I used to make an effort. അങ്ങോട്ട് പോകും. I used to say, oh, maybe അതായിരിക്കുമല്ലേ, maybe because of this. It's okay. I hope you still have my number. And എനിക്കത് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നു. I think you still have my number. You will only call me. അങ്ങനെ പറഞ്ഞ കുറേ എപ്പിസോഡ്സ് ഉണ്ട്. പക്ഷേ 2013 ഏറ്റവും പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ, ചേച്ചി, ഐ വാസ് ബോളിംഗ് വെൻ ഇറ്റ് കംസ് ടു ക്രിക്കറ്റ്, ഐ വാസ് ബോളിംഗ് അറ്റ് മൈ ഫാസ്റ്റസ്റ്റ്. കാരണം എൻ്റെ വേറൊരു കാര്യം കൂടെ കുറച്ച് പേർക്കറിയാം. ഐ ഹാഡ് 6 സർജറീസ് ഓൺ മൈ ലെഫ്റ്റ് ബിഗ് ടോ, 6 സർജറീസ് ഓൺ മൈ റൈറ്റ് ബിഗ് ടോ. ഐ ഹാഡ് നമ്മുടെ 2 കാലിലും എന്നിട്ട് വീൽ ചെയറിലായിരുന്നു. 2012 May 22 ആയിരുന്നു എൻ്റെ സർജറി. ആ സർജറിയുടെ സമയത്തും എൻ്റെ വൈഫിൻ്റെ, പറയാൻ കാരണം കുറേ പേർക്ക് അറിയാത്ത കാര്യമാണ്, എൻ്റെ വൈഫിൻ്റെ അടുത്ത് കല്യാണത്തിൻ്റെ കാര്യം സംസാരിച്ചിരിക്കുകയാണ്. 2011 വേൾഡ് കപ്പിന് ശേഷം കല്യാണം കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ വിളിക്കുകയാണ്. അപ്പം നെഞ്ചിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നെഞ്ചി എന്നാണ് വിളിക്കുന്നത്, ഭുവനേശ്വരി എന്നാണ് പേര്, ചേച്ചിക്കറിയാം. നെഞ്ചി എന്നാണ് വിളിക്കണേ, G for ഗാങ്സ്റ്റർ. അപ്പോൾ നെഞ്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് അമ്മ വിളിക്കും. അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീൽ ചെയറിലാണ്, ഇനിയും ക്രിക്കറ്റ് കളിക്കുമെന്ന് അറിയില്ല. അപ്പം പറഞ്ഞില്ല, ഇപ്പം നമ്മൾ കോൺട്രവേഴ്സി വന്നപ്പോഴാണ് ഇവർ ഫാമിലി വന്നത്. പക്ഷെ അന്ന് ചേച്ചി, നെഞ്ചിയുടെ അമ്മയും പറഞ്ഞത് അച്ഛനും പറഞ്ഞ സെയിം വേർഡ്സ് ആണ്. ക്രിക്കറ്റർ ശ്രീശാന്തനല്ല എൻ്റെ മോൾ കല്യാണം കഴിക്കണേ, എൻ്റെ മോൾക്ക് നിന്നിലൊരു വിശ്വാസമുണ്ട്, ക്രിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെയാണ് ഹാപ്പിനെസ്. ആ ഒരു പോയിന്റ് 2013 എനിക്ക് പറഞ്ഞത്, 2012 പക്ഷെ 2013 ഈ പ്രശ്നം വന്ന് നിൽക്കുമ്പം, ഇത് ശരിക്കും പറയാൻ പാടില്ല, ബട്ട് എങ്കിലും എന്നെ വെൻ ഐ വാസ് അറസ്റ്റ് ചെയ്ത് എന്നെ ആ ടൈമിൽ എൻ്റെ ചേട്ടൻ വന്ന്, ഉപ്പിച്ചേട്ടൻ വന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിനക്ക് വേണ്ടി ഒരു കുട്ടി, ശരിക്കും സിനിമ ഏജ് ലൈഫ്, നിനക്ക് വേണ്ടി ഒരു കുട്ടി ഈസ് ഗിവൺ എവറിത്തിങ്, അത് അവൾക്ക് വേണ്ടി ഡോണ്ട് ഗിവ് അപ്പ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആ ടൈമിൽ ചേച്ചി suicidal thoughts, depression, എല്ലാം. ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കൊരു ഇമ്മൻസ് ബിലീഫായിരുന്നു. ഞാൻ പറയാമല്ലോ, ഞാൻ ഈ ശബരിമല അയ്യപ്പനെ ഭയങ്കര സ്വാമി ശരണം പറയുന്നവരാണ്. അപ്പം ഞാൻ അവിടെ ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ഐ ബിക്കം വെരി ക്ലോസ്. അച്ഛൻ പറഞ്ഞ അന്നത്തെ അടിമ പറഞ്ഞില്ലേ, ശിവനായിട്ടും ഭയങ്കരമായിട്ട് എന്തോ ഒരു സ്പിരിച്വലി ഇൻക്ലൈൻഡായി ആ ടൈമിൽ. 2013 ഏപ്രിൽ മെയ് ജൂൺ ആ ടൈമിൽ പലരും ദേ ഗോ ത്രൂ ടഫ് ഫേസസ്. പക്ഷേ എൻ്റെ പറയണം, ദാറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് ഫേസ് ഫോർ മീ. I will not call it tough phase at all. I will not say depression. It was a phase where എന്നോട് ദൈവം പറഞ്ഞു, okay, you had the most difficult time when you were born with the surgery, which we spoke about. Yes. It is just a phase where you are getting an opportunity to know who the real people are. എനിക്ക് മനസ്സിലായി. അതാണ് പറഞ്ഞ ഒരു, എൻ്റെ ലൈഫിൽ ഞാൻ ആരോടും പറയുന്ന ഒരു കാര്യം, when you are very very confused or depressed as the right word, because it's been ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ പറയുന്ന പേരാണ് ഡിപ്രഷൻ, സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ് വർക്കിൽ, പ്രഷർ. ആ ടൈമിൽ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഐദർ യു സക്കം ടു ദിസ് പ്രഷർ ഓർ യു ചേഞ്ച് ദാറ്റ് ടു പ്ലഷർ. അപ്പോൾ ഗോഡ്സ് ബീൻ കൈൻഡ്. ആ ടൈമിൽ ഒന്ന് വൈഫിൻ്റെ പാർട്ട്, സെക്കൻഡ് എന്നെ സ്വന്തം, നമ്മളെപ്പോഴും പറയുന്ന സ്നൂപ്പ് ഡോഗിൻ്റെ ചില പറയില്ല, എല്ലാ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഐ വോണ്ട് ടു താങ്ക് മൈസെൽഫ്. കാരണം ആ ടൈമിൽ മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ചേച്ചി. ഐ വെൻറ്റ് ത്രൂ, ഞാൻ കുറേ അളിയനൊരു ഇൻ്റർവ്യൂവിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറ്റാക്കിനെ കുറിച്ചൊക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ ടൈമിൽ എന്ത്, അതെ, അത് 2013 ജയിലിലുണ്ട് സമയത്ത്, അവിടെയൊക്കെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അത് എവിടെ വെച്ചായിരുന്നു? അത് തിഹാറിൽ വെച്ച്. എന്ത് ജയിലിൽ വെച്ചായിരുന്നു ചേച്ചി? അത് ഇറ്റ്സ് എ ഫേസ് വിച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ ഗോ ത്രൂ. കാരണം ഞാൻ ടെററിസ്റ്റ് ആയിരുന്നല്ലോ ആ ടൈമിൽ. അങ്ങനെയാണല്ലോ, അങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. എനിക്കറിയില്ല എൻ്റെ കൊച്ചെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നന്നായി പോരുക. അല്ല ശരി, ആ ടൈമിൽ എൻ്റെ ആ ടൈമിൽ see, it's always difficult to go back, they say, no? And it's very difficult to go ahead also. അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഗ്രീൻ റൂമിൽ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പണ്ട് എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കിൽ വേറെ രീതിയിലായിരിക്കും എൻ്റെ എക്സ്പ്രഷനും, ഈവൻ I might have got much more emotion and stuff. പക്ഷേ I got into that phase where it is a phase, എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഫേസ് ആയിരുന്നു 2013. That's crazy. ശരിക്കും. കാരണം എൻ്റെ ആ തിങ്കിങ് തന്നെ ഞാൻ മാറ്റി. കാരണം ആ ഒരു ഫേസ് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഡയറക്ടർ ഓഫ് സ്പോർട്സ് BMW പ്രൗഡായിട്ടിരിക്കുന്നത്. And you know, let me tell you, ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, such immense joy it gives me. ജീവിതം അത്ര അധികം
ചേച്ചി അടിച്ച് തരിപ്പണമൊക്കെ നോക്കി ചെക്കനാ നീ. എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പം എന്താ പറയുക, സെഡ് കാറ്റഗറിയിൽ ഞാൻ കുറേ മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ സെഡ് കാറ്റഗറിയിൽ ജയിലിൽ പോയത് ആദ്യമായിട്ടാണ് അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷെ ഞാൻ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എ വെരി ഫണ്ണി സൈഡ് ഉണ്ടാവും. പക്ഷേ ഇത് ഇൻ്റർവ്യൂ കാണുന്നവരുണ്ടെങ്കിൽ പറയാനുള്ളത്, എനിക്ക് ഇൻ്റർവ്യൂ അല്ല, ഈ ഷോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അതിൽ മേലെ ആ മരണം മാത്രമേ ഉള്ളൂ. അതെന്നോട് ഗോപാൽകാന്ത് സർ എന്നൊരു സാർ അന്ന് അവിടെ ഇപ്പം മിനിസ്റ്ററൊക്കെയാണ് അവിടെ. പക്ഷെ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു കരയരുത്. എനിക്ക് ഫസ്റ്റ് 48 hours ഓർമ്മ പോലും ഇല്ല, അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ആ ഡിഫിക്കൽട്ട് ടൈമിൽ എന്നോട് അദ്ദേഹം എന്ന് പറഞ്ഞ് ശിവനെ വിളിച്ചോ, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മൂലമന്ത്രം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ഫ്ലോ സ്റ്റേറ്റ്, ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ അറ്റാക്സ് ആണല്ലോ എന്തായാലും ഇറ്റ് വാസ് ജസ്റ്റ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫേസ്. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ പറഞ്ഞു, അല്ല അവിടെ ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ. ബട്ട് ഒന്നും എന്നെ ബോധന ഉണ്ടായിരുന്നില്ല ചേച്ചി. അതാണ് വേറൊരു ബ്രില്യൻറ്റ്. കാരണം എൻ്റെ എന്തോ 45 days ഞാൻ ശബരിമലയിൽ പോകുന്ന എന്തോ എൻ്റെ മനസ്സിൽ പറഞ്ഞു, വിശ്വസിക്കണേ വിശ്വസിക്കുക ചേച്ചി. എക്സാക്ട്ലി 45th day ഞാൻ മലയുടെ മുകളിൽ 18ാം പടി കയറി ക്ഷേന പ്രശ്നം വെച്ചു. ഗോഡ്സ് ഗ്രേസ്. അതാണ് ഗോഡ്സ് ബീൻ എക്സ്ട്രീംലി കഴിഞ്ഞ ചേച്ചി. സോ ഒരു ബിലീഫ് സിസ്റ്റം ഞാൻ ക്രിക്കറ്റിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്തു അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ടഫ് ടൈമിൽ വിഷ്വലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ്, എൻ്റെ മക്കൾ, എവറിത്തിങ് ഗോഡ്സ് ബീൻ കഴിഞ്ഞ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഗോൾ സെറ്റിങ്ങിൽ എഴുതുമ്പം എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ലൈഫ് പോകുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങൾ വരുമ്പോൾ യു ഗെറ്റ് ഇൻസൈൻ സക്സസ്, യു ബിക്കം വെരി. ഇപ്പോൾ ഈ പഠിച്ചത് കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞൊരു ഇന്ത്യ കളിച്ചെത്രയാണ് 2005 തൊട്ട് 2013 വരെ. ഞാൻ കല്യാണം കഴിച്ച് 2013 ഇപ്പോൾ 2026 ആകാൻ പോകുന്നു. ഓക്കെ, സോ ഐ ഹാവ് സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ വൈഫ് ആൻഡ് മൈ കിഡ്സ് ആൻഡ് മൈ ഫാമിലി ദാൻ പ്ലേയിങ് ഫോർ ദ കൺട്രി. ദാറ്റ് ഇറ്റ് സെൽഫ് സേസ് ആൻഡ് സ്പീക്സ് വോളിയം. അപ്പോൾ ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് ഫാക്ട്. യെസ്, അതൊരു നല്ലൊരു ഗ്രൻ ലൈഫായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മെയിൻ എയിം തന്നെ, ഇപ്പോൾ മോളാണെങ്കിലും മോനാണെങ്കിലും, എത്ര പവർ ഉണ്ടെങ്കിലും എത്ര പവർ ഇല്ലെങ്കിലും they should have that immense belief, not hope for the best. കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, don't hope for the best, believe that you are in the best version and you will keep on improving. അത് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, don't rely on anybody, have a great team, but you should not be a leader there. You should be a brother, you should be a sister, you should be somebody who will stand for anybody. Be a team player. Don't think that, and in that team എല്ലാവരും it is like equality. They spoke about men and women, but I say it is the entire company. ഇപ്പോൾ നമ്മുടെ ഞാൻ ജോയിൻ ചെയ്യേണ്ട ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന BMW ആണെങ്കിലും അതാണ് നമ്മുടെ തിയറിയിൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം പല ഓഫേഴ്സ് വന്നു എൻ്റെ ഇടയിൽ. ഇപ്പോൾ ഞാൻ കമൻട്രി സ്റ്റാർ സ്പോർട്സിലായിരുന്നു, ജിയോ ഹോട്ട്സ്റ്റാറിലായിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ആയിരിക്കും ചിലപ്പം. ജിയോ ഹോട്ട്സ്റ്റാർ വിളിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ IPL 1, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഞാൻ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടായിരിക്കും. കാരണം എനിക്ക് മനസ്സിലായ കാര്യം, യെസ്, അത് എൻജോയ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് that every moment you are happy. So I am not I cannot say good things for fake, and I cannot say bad things to somebody just to make him or her to look bad. So അങ്ങനെ you took a decision. I took a decision. When it's a reality show, I will do it. Now let's talk about that. Ippam after your cricketing career, Bhubaneswari came into your life. She stood by a pillar. ഈ കംബാക്കിന് വലിയൊരു റീസൺ ഭുവനേശ്വരി ആണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ കംബാക്കിൽ വേറെ കുറെ മുഖങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഭുവനേശ്വരി മാത്രമല്ല, ഭുവനേശ്വരി അതൊരു ഹ്യൂജ് പാർട്ടായിരുന്നു. ഫാമിലി, കാരണം അച്ഛൻ, അമ്മ, ഇവരൊക്കെ എൻ്റെ സക്സസ് കണ്ടിട്ടുണ്ട്. അതെ, വൈഫ് എൻ്റെ ഫുൾ മറ്റേ എക്സ്പ്ലോസീവ് TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, പ്ലസ് ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അല്ലാണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ചലഞ്ച്, ഇപ്പോൾ ദുബായിലാണെങ്കിലും ഐ എം കീപ്പിംഗ് എ വെരി നൈസ് ലോ പ്രൊഫൈൽ, ഗോഡ്സ് ബീൻ കൈൻഡ്. സോ ദർ ഇസ് എ ഗോൾ. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഐ നീഡ് 3 to 5 years ഓഫ് അൺബ്രാൻഡിങ്. ഞാനൊരു ബ്രാൻഡാണ്, ഞാൻ ആ ബ്രാൻഡ് കൂടെ നിൽക്കുള്ളൂ. ഐ വോണ്ട് ടു ബി ദാറ്റ്. നോ, ഐ വോണ്ട് ടു ബി എ കിങ് മേക്കർ. സോ ഫോർ മീ റൈറ്റ് നോ മൈ കിങ് ഈസ് മൈ വൈഫ്. സോ ഷീ ഈസ് ഇൻ ടു പ്രോപ്പർ എൻ്റർപ്രണർഷിപ്പ്, ഷീ ഈസ് ഗോട്ട് ലോട്ട് ഓഫ് പ്ലാൻസ്. അപ്പോൾ എൻ്റെ കൂടെ എങ്ങനെ നിന്നു, എൻ്റെ മെയിൻ എയിം, ഞാൻ വേണേൽ വീട്ടിലിരിക്കാം, എൻ്റെ പവറൊക്കെ യൂസ് ചെയ്ത് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല ദേവാനുഗ്രഹം കൊണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ അടുത്തൊരു 3 to 5 years അവൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ അത് നടത്തി കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ ഞാനുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. കാരണം മോള് 10 വയസ്സായി, മോന് 8 വയസ്സായി. ഇപ്പോൾ ദേ ആർ മാച്യൂർഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ്. ദേ ആയൊക്കെ ഉണ്ട്.
പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു നീഡ് ദറ്റ് പാരൻസ് വാട്ട് എവർ. വീട്ടിൽ they are also പക്ഷെ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. അപ്പൊ ചേച്ചിക്ക് അറിയാലോ, യു met her so many times. so many times. I love her. Yeah, so I just want to make sure she achieves something. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് എന്ന് പറഞ്ഞാൽ 1000 ഗേൾസ് എഡ്യൂക്കേഷൻ, 1000 ഗേൾസ് കല്യാണം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ജോലി മേടിച്ചു കൊടുക്കുക. അതൊരു എവരിബഡി വാണ്ട്സ് ടു മേക്ക് ക്രോസ് ആൻഡ് ക്രോസ്, ബട്ട് ഷീസ് ഗോട്ട് ദറ്റ് എയിം. അപ്പോൾ ദ മൊമെന്റ് എൻ്റെ ലൈഫിലും ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് ഗിവിങ് I started earning more. Yeah. അപ്പോൾ ഐ എം വെരി കോൺഫിഡൻറ്റ് ചേച്ചി, എനിക്ക് ഉറപ്പാണ് ഷീ വിൽ അച്ചീവ്. ആ ഷോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജയിലും മറ്റത്തൊക്കെ അല്ലേ ടഫാണ്. അപ്പൊ ഞാൻ പറയും ഇത് AC എന്ത് ജയിൽ AC എങ്ങനെ ഇത് അങ്ങനെ കുറെ കാര്യങ്ങൾ. ഭുവനേശ്വരി തൂ ഹി മേരി അദാ, ഭുവനേശ്വരി തൂ ഹേ ഹർ പൽ യഹാ, यादों में तुम ही हो, बातों में तुम ही हो, हर पल यहाँ बस तुम ही हो, भुवनेश्वरी तू ही मेरी अदा. So I asked him, വീട്ടിലെ how is he? What did you think? क्या बोला ये? That he's always cleaning and all. No, അത് പറഞ്ഞില്ല. അവിടെ ഒരു He's ജോലി always changing the furniture from one direction to another. അത് അടിപൊളിയായിരുന്നു. And then he's hardly at home. He's mostly in Dubai. But when he's at home, oh my God, he's like changing the location of sofas. And we're all like sitting with our hand, you know, in our head. I love it. Why did he come? I love cleaning. You love cleaning. Yeah, I like it. She മൈക്കിൽ പാട്ട് പാടാൻ നിൽക്കും, അപ്പം she will come and sit down and she'll be like എവിടെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാണ്ടല്ലോ. ഇല്ല ഡോയിഡ് No. Then I'm like, please stop singing. oh like ചേച്ചി ആ that എക്സ്പ്രഷൻ നിർത്തി